ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം ദൈവജനത്തിൻ്റെ മധ്യത്തിലാകുവാനും പ്രത്യേകിച്ച് നിങ്ങളുടെ മധ്യേ ആദ്യമായിട്ട് വചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ ഈ ഭാഗ്യത്തിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന സകലർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പറഞ്ഞതുപോലെ ഞാൻ സാക്ഷ്യത്തിലൂടെ ഒരു സന്ദേശം പറയാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്രമീകരണമാണ് എനിക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഒരു വാക്യം ആദ്യം, ഒരു വേദഭാഗം ആദ്യം ഒന്ന് വായിച്ചു തുടങ്ങാം. അതിൽ നിന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. 71 സങ്കീർത്തനത്തിലെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ വായിക്കാം, നിങ്ങൾ കേൾക്കുക. 71 സങ്കീർത്തനം 15 മുതൽ 19 വരെ. ഇത് ആദ്യമേ വായിക്കുന്നത്, ഇത് എനിക്ക് വേണ്ടിയിട്ടായി വായിക്കുന്നത്. ഇനിയുള്ള 1 മണിക്കൂർ ഞാൻ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രസംഗത്തിന് വേണ്ടിയിട്ടായി വായിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും, വിശ്വാസികളായ എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും. സങ്കീർത്തനങ്ങൾ 71 15 മുതൽ ഞാൻ വായിക്കുന്നു. എൻ്റെ വായ ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോട് കൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ. സാക്ഷ്യത്തിലൂടെ ഒരു സന്ദേശം പങ്കുവെക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ വാക്യം വളരെ പ്രസക്തമാണ്. കാരണം ഞാൻ കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ നീതിയും രക്ഷയും മാത്രം വർണ്ണിക്കാനാണ്. അവൻ്റെ നീതിയെ മാത്രം കീർത്തിക്കാനാണ്. അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ മാത്രം അറിയിക്കാനാണ്. അവൻ്റെ വീര്യപ്രവൃത്തിയെ മാത്രം അറിയിക്കാനാണ്. അവൻ നിസ്തുല്യനാണെന്ന് മാത്രം പറയാനാണ്. കാരണം ഒരു പ്രസംഗം പ്രസംഗിക്കാൻ പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കഴിഞ്ഞ 20 വർഷമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ആദ്യത്തെ പ്രസംഗം 20 വർഷം മുമ്പ്. സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെയും ജഡത്തിൻ്റെ ഒരു പ്രത്യേകത, സാക്ഷ്യം പറയുമ്പോൾ ഈ കഥയിലെ നായകൻ യേശു ആണേലും കയ്യടിയൊക്കെ എനിക്കാണ്, അല്ലേ? കഥയിലെ നായകൻ യേശു ആണേലും കയ്യടിയൊക്കെ എനിക്കതാവരുതെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യം എൻ്റെ ജീവിത കഥയാണേലും നിങ്ങളോടിത് പറയുന്നത് എന്നെ വലുതാക്കാനല്ല, കർത്താവ് നിസ്തുല്യനാണെന്ന് പറയുവാൻ മാത്രമാണ്. അതിന് ദൈവം എന്നെ സഹായിക്കട്ടെ. അതിലൂടെ നിങ്ങൾക്ക് ഏവർക്കും, പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ളവർക്കെല്ലാം, കർത്താവിൽ ഒന്നുകൂടെ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ കർത്തൃസ്നേഹം നിങ്ങളും രുചിച്ചറിഞ്ഞ് പ്രത്യാശയോടെ വീണ്ടും കർത്താവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്കൊരു ധൈര്യം, ഒരു ആത്മീക വർധനവ് പരിശുദ്ധാത്മാവ് നൽകാനിടയാകട്ടെ. ഇവിടെ ആരെങ്കിലും ഇതുവരെ വിശ്വസിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഈ കർത്താവിനെ രുചിച്ചറിയുവാൻ അത് നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ രക്ഷ, ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടു വന്നു, പിന്നെ എൻ്റെ വിശ്വാസ ജീവിതം, പിന്നെ എൻ്റെ ശുശ്രൂഷ. ഈ ശുശ്രൂഷയുടെ കാര്യം അവസാനം പറയുമ്പോൾ ഈ സഭയോട് ദൈവം പറയാൻ പറഞ്ഞ ഒരു ദൂതൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴേ ഇതൊരു ശരിക്കൊരു മെസ്സേജ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ രക്ഷയെക്കുറിച്ച് പറയട്ടെ. അപ്പോൾ ഞാൻ കടന്നു വരുന്ന ഒരു അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നാണ്. എൻ്റെ അച്ഛനെ അമ്മയെ കുറിച്ചൊന്നും ഒരുപാട് പറയുന്നില്ല, പറഞ്ഞാൽ അങ്ങ് പോവും. എന്തായാലും ഇത്രയും പറയാം. അവർ രണ്ടുപേരും ഓണാട്ടുകര എന്ന് പറയും, കായംകുളം ഹരിപ്പാട് ആ പ്രദേശത്തെ ഒരു നായർ തറവാട്ടിൽ നിന്നാണ് രണ്ടുപേരും വരുന്നത്. ഈ ഇല്ലം എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് അറിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിത് പറയുന്നത് എൻ്റെ കുലമഹിമ പറയാൻ വേണ്ടിയിട്ടല്ല, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സുവിശേഷം ഒന്നും കേൾക്കാനുള്ള വലിയ സാഹചര്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സുവിശേഷമൊന്നും കേട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് ഞാൻ സുവിശേഷ പ്രസംഗം ഒരു സഭയിൽ കേട്ടതും ഒരാൾ വന്ന് എനിക്ക് ഒരു ലേഖ തന്നതുമൊക്കെ. എന്നെ സുവിശേഷീകരിക്കാൻ ആളുകൾ വന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഞാൻ സുവിശേഷമൊന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. പിന്നെ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ആർക്കും രോഗമില്ല, കടമില്ല.
അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെ ഒന്നും തന്നെയില്ല. എൻ്റെ അപ്പൂപ്പന് ഇവിടെ AG's ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു. അന്ന് മുതൽ എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ട്. അച്ഛന് സെക്രട്ടേറിയറ്റിലായിരുന്നു ജോലി. അങ്ങനെ ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വലിയ പ്രതിസന്ധികളൊന്നുമില്ല. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് എല്ലാം തികഞ്ഞവരാണെന്നല്ല, പ്രതിസന്ധികളൊന്നുമില്ല. ദൈവത്തെ അങ്ങനെ അന്വേഷിച്ചിറങ്ങാൻ ഒന്നും അങ്ങനെ വലിയ വഴിത്തിരിവിനൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ എൻ്റെ ഭവനത്തിലേക്ക് സുവിശേഷം എത്തുന്നത്, അത് എൻ്റെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാനീ പറയുന്നത്. പക്ഷെ എൻ്റെ ഭവനത്തിൽ എനിക്ക് മുമ്പേ സുവിശേഷം കേട്ട ഒരാളുണ്ട്. അതെൻ്റെ ചേട്ടനാണ്. എനിക്കൊരു സഹോദരനെയുള്ള എൻ്റെ ജ്യേഷ്ഠൻ. പുള്ളിയുടെ ബാല്യകാല സുഹൃത്തുക്കൾ, അവർ 3 പേര് സുഹൃത്തുക്കളായിരുന്നു ഒരു അയൽപ്പക്കത്ത്. ചേട്ടനും പിന്നെ 2 പേരും. അവർ 2 പേരും ഒരു മാർത്തോമ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന്, അവർ രക്ഷിക്കപ്പെട്ട് സഭ വിട്ടപ്പോൾ തന്നെ ചേട്ടനോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ ചേട്ടൻ സുവിശേഷമൊക്കെ ആദ്യം കേട്ടു. പക്ഷെ അത് എൻ്റെ രക്ഷയ്ക്കൊന്നും മുഖാന്തരമൊന്നും ആയില്ല. പിന്നെ ചേട്ടനോട് ആ സുവിശേഷം പറഞ്ഞ സഹോദരൻ വളരെ പെട്ടെന്ന് പഠിത്തത്തിനായിട്ട് വിദേശത്ത് പോയി. അങ്ങനെ ചേട്ടൻ അങ്ങനെ ഒരു സഭയിലൊന്നും ആയില്ല. അതുകൊണ്ട് തന്നെ ചേട്ടനൊരു പിന്മാറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുക, രക്ഷ വന്നു വന്നില്ല, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പിടുത്തമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ദൈവം എന്നിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് ചേട്ടൻ ഈ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങി വരും. അപ്പം ഞാനതൊന്നും അത്ര ഏറ്റെടുത്തില്ല. കാരണം എനിക്ക് എൻ്റെ പാരമ്പര്യത്തിലൊക്കെ നല്ല പ്രൗഢിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ വല്ലവൻ്റെ ഒന്നും ദൈവവും വേണ്ട, ഒന്നും വേണ്ട നമുക്ക്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ താഴോട്ടുള്ളവരോടും മേളോട്ടുള്ളവരോട് പോലും നമുക്ക് പുച്ഛമാണ്. പിന്നാണ് നമ്മുടെ പോലും അല്ലാത്ത കൂട്ടത്തിലുള്ളവൻ്റെ. അതൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ 15 വയസ്സിലുള്ള എൻ്റെ ഉത്തരം. കാരണം ഈ തറവാട് അതൊക്കെ കാരണം ആ ഒരു പ്രൗഢി നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ചേർന്ന ആ ഒരു സമയത്താണ് ദൈവം എന്നിൽ പണിയാൻ തുടങ്ങിയത്. അതിന് കാതലായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, ഒരു ദിവസം രാവിലെ അത്ര വലിയ ശുഷ്ടാന്തിയൊന്നും ഇല്ലാത്ത അല്പം മടിയനായ എൻ്റെ അച്ഛൻ നടക്കാൻ പോയപ്പോൾ ഒരു അപരിചിതൻ പരിചയപ്പെട്ട, ഒരു ചെറിയൊരു രീതിയിലൊക്കെ സുഹൃത്തുക്കളായി. പുള്ളി എൻ്റെ അച്ഛൻ്റെ ഒരു ബൈബിൾ കൊടുത്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കി ആ വ്യക്തി പോലും വിശ്വാസിയല്ല. ആ വ്യക്തി അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു ഓർത്തഡോക്സ് മനുഷ്യനാണ്. പുള്ളി ഈ മതങ്ങളൊക്കെ പഠിക്കുന്ന ഒരാളാണ്, അത്രേ ഉള്ളൂ, അല്ലാതെ രക്ഷിക്കപ്പെട്ട ആളൊന്നുമല്ല. പുള്ളിയുടെ കയ്യിൽ ആ ബൈബിൾ വന്നത് ഏതോ ഈ ബൈബിൾ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അത് പിന്നീട് മനസ്സിലാക്കിയത് ആ സഭയിലാണ് എൻ്റെ ചേട്ടൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സഭയാണ് എന്നെ പിന്നീട് ശുശ്രൂഷയിൽ ഇറക്കി വിട്ടത്. ആ സഭക്കാർ പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങളുടെ ബൈബിൾ കാരണം ഒരുത്തും പിന്നെ രക്ഷിക്കപ്പെട്ടത്. ഇതൊക്കെ പിന്നത്തെ കഥയാണ്, ഞാനത് ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, അതിലോട്ടൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ വന്ന് അത് എനിക്ക് തന്നു. ഞാൻ വിചാരിച്ചു ലഡു ആണ്, കാരണം ഒരു കൊച്ച് ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പ്. ഞാൻ വിചാരിച്ച ലഡു ആയിരിക്കും. ലഡു ഒന്നും അല്ലായിരുന്നു, അതൊരു ബൈബിൾ. ഞാൻ ബൈബിൾ എടുത്ത് ഇതെന്താ എവിടെ തിരിഞ്ഞാലും ഈ സാധനം. കുറച്ച് നാൾ മുമ്പ് ചേട്ടൻ വന്ന് പറഞ്ഞു ഇനാട്ടിത്. പിന്നെ എങ്ങനെയോ ഞാൻ ഈ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അറിയാം, 1-ാം വർഷം മഹാബോറാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് അവന്മാർ പറയും അതൊക്കെ പിന്നെ പഠിക്കാം, ആദ്യം നീ ഒഴിവാക്കിയ ബ്രാഞ്ചിൻ്റെയൊക്കെ അടിസ്ഥാനം പഠിക്കാം. ഇതൊന്നും എനിക്ക് വേണ്ടെന്നല്ലേ ആദ്യം പറഞ്ഞത് അല്ലേ. ഇലക്ട്രോണിക്സ് വേണമെന്ന് പറഞ്ഞാൽ അല്ലല്ല, സിവിലും മെക്കാനിക് അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, ഒന്നും അതിനുള്ള വകുപ്പില്ല, വരയ്ക്കാൻ അറിഞ്ഞുകൂടാ. അതുപോലൊരു ബോർ വർഷം വേറെ ഇല്ല എഞ്ചിനീയറിങ്ങിന്. അങ്ങനെയൊക്കെ ജീവിതം മടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം, ഇത് 2002 കാര്യം പറയുന്നത്, ഒരു ദിവസം എന്തുകൊണ്ടോ വൈകുന്നേരം ഈ വീട്ടിൽ എൻ്റെ മുറിയിൽ ഈ ബൈബിൾ ഉണ്ടായിരുന്നു, എടുത്ത് തുറക്കാൻ തോന്നി. അത് ഇന്ന് വരെ എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ട് തോന്നി. അത് ഉത്തരവൊന്നുള്ളത് ദൈവം പ്രവർത്തിച്ചു അല്ലേ. അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ബൈബിളിൽ ഒരു അറിവുമില്ല. അറിവ് എത്രയെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം. ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്നോ എത്ര നിയമം ഉണ്ടെന്നോ, 2ാമത്തെ നിയമത്തിലാണ് ഈ യേശു വരുന്നതെന്നോ അതുപോലും അറിഞ്ഞൂടാ. നമ്മൾ സൺഡേ സ്കൂളിൽ പോയിട്ടില്ല, ഒരു പ്രസംഗവും കേട്ടിട്ടില്ല, ഒരു യോഗത്തിനും പോയിട്ടില്ല, ആരും പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുമില്ല. പിന്നെ ആ കൂടെ അറിയാവുന്നത് സിനിമയിൽ ഈ കത്തോലിക്കർ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോഴേ നമുക്കറിയാം ഇതുപോലെ ഒരു വൃത്തികെട്ട സാധനം വേറെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ ആർക്ക് വേണമെന്ന്, ഈ ഐശ്വര്യം കെട്ട പരിപാടി അല്ലേ. അതുകൊണ്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ ബൈബിളിൽ. മാത്രമല്ല ഇതൊരു പഴയ കിങ് ജെയിംസ് വേർഷൻ ബൈബിളാണ്, ഇംഗ്ലീഷിലെ ബൈബിള്. അപ്പോൾ ഞാൻ വിചാരിച്ചു 1ാമത്തെ പേജ് മുതൽ ബൈബിളാന്ന് കുറച്ച് എടുത്ത് വെച്ച് വായിച്ചപ്പോഴാണ് പിന്നീട് അതൊക്കെ മനസ്സിലായത് ഇത് തർജ്ജിമ ചെയ്ത 16-ാം നൂറ്റാണ്ടിലെ ആൾക്കാർ രാജാവിന് എഴുതിയ കഥ, അതൊന്നും ബൈബിളല്ല. അത് വായിച്ചിട്ട് ബോറടിച്ചു. ഈ ആംഗലേയ ചരിത്രമൊക്കെ നമ്മളതിന് എനിക്കത് ബോറടിച്ചു. പക്ഷെ എന്തായാലും ദൈവം സഹായിച്ച പിന്നെയും വായിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വായിച്ചങ്ങ് പാണ്ഡിത്യൻ പ്രാപിച്ചെന്നല്ല, പേജ് ഇങ്ങനെ മറിക്കും, അല്ലാതെ ഒന്നും ചെയ്തില്ല. കാരണം ഇത്
ഇത് ഈ മറ്റേ സ്റ്റഡി ബൈബിളൊന്നും അല്ല കേട്ടോ, താഴെ നോട്ടും ഒന്നുമില്ല, ഞാൻ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ബൈബിളാണ്. അതിൽ ഒരു സഹായവും ഇല്ല അതിൽ ബൈബിള് വായിച്ച് മനസ്സിലാക്കാൻ. എന്തായാലും തിരിച്ച് ഒരു പേജ് എത്തിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒന്നുമില്ല പേജിൽ, വെളുത്ത പേജ്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ, ഈ പേജ് കൊള്ളാമല്ലോ, 2 നിയമത്തിനും ഇടയ്ക്കുള്ള പേജ്. അത് കഴിഞ്ഞ് മറിച്ചപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു പുതിയ നിയമം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചെന്ന്. അപ്പോഴാണ് ഇനിയാണോ തുടങ്ങുന്നത്? അപ്പം അതും മറിച്ച് കളഞ്ഞു. കാരണം 1ാമത്തെ പേജ് മഹാബോറ്, ഏതോ ഒരുത്തനെ ഉണ്ടാക്കി, വേറൊരുത്തനെ ഉണ്ടാക്കി, അല്ലേ? വംശാവലിയാണല്ലോ ആദ്യം. ഇതൊരു ബോറ് പരിപാടി, ഞാൻ മറിച്ചു വിട്ടു. എന്തായാലും ദൈവം സഹായിച്ച് കഥ പെട്ടെന്ന് ഓടിച്ചു പറയട്ടെ, കാരണം 1 മണിക്കൂറേ ഉള്ളൂ. ഈ ഒരാഴ്ച കാലം കൊണ്ട് സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ, ഈ 4 സുവിശേഷം ഉണ്ടെന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അടുത്തത് റിപ്പീറ്റ് ആണെന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു, അപ്പോൾ ഞാൻ വായിച്ചു പോയി. എന്തായാലും ആദ്യത്തെ ഈ 4 സുവിശേഷങ്ങളിലെയും നമ്മൾ ഇംഗ്ലീഷിൽ പറയും പാഷൻ നാരറ്റീവ്, കർത്താവിൻ്റെ കഷ്ടാനുഭവം, അത് വായിക്കാനിടയായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് തിരിയാൻ കാരണം എന്ന് വെച്ചാൽ മറിച്ച് പോകുമ്പോൾ ഈ ബൈബിളിൻ്റെ മേളിൽ മാത്രം ഇങ്ങനെ ഒരു ഹെഡിങ് ഉണ്ട്, പേജ് ഹെഡിങ് ആണ്, അല്ലാതെ പാരഗ്രാഫ് ഹെഡിങ് അല്ല. അപ്പോൾ ഒരിടത്ത് എത്തുമ്പം ജൂഡസ് ബിട്രേയിങ് ജീസസ്, അതാരാ? ആ ആള് യേശുവിനെ ഒറ്റിക്കൊടുത്തെന്ന് വരുന്നത്. അപ്പോൾ അവിടെ മുതൽ, കാരണം ഇവർ പറയുന്ന ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തെന്നോ, അതൊന്ന് വായിക്കണമല്ലോ, അതാരുടെ അവൻ? അങ്ങനെ അതാണ് ഞാൻ വായിക്കാനിടയത്, യൂദാകാരനെ ഞാൻ വായിക്കാനിടയായി. അങ്ങനെ ഈ അവസാനത്തെ കാതലായ ഭാഗമുണ്ടല്ലോ, കർത്താവിൻ്റെ ക്രൂശും മരണവും പുനരുത്ഥാനവും വായിക്കാനിടയായി, 4 സുവിശേഷങ്ങൾ വായിക്കാനിടയായി. അപ്പോൾ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവമായിട്ട് ഒരു ബോധ്യം ഉളവാക്കി. അത് കാരണമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. പലരും ചോദിക്കും വാക്യം ഏതാണെന്ന്. അങ്ങനെ വാക്യമൊന്നുമില്ല. ഈ മൊത്തം സുവിശേഷത്തിലെ കാതലായ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ദൈവമായിട്ട് നൽകിയ ഒരു ബോധ്യം. ആ ബോധ്യം ഞാൻ ഇംഗ്ലീഷിൽ പറയും ദ വർത്തിനെസ് ഓഫ് ഗോഡ് ഇൻ വർഷിപ്പ്. ആരാധനയ്ക്കുള്ള ദൈവത്തിൻ്റെ യോഗ്യത. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വേദഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ കുറേ ബുദ്ധിപരമായ കുറേ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ബൈബിൾ വായിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടത്. ബൈബിൾ വെറുതെ വായിച്ചാൽ രക്ഷിക്കപ്പെടണമെന്നൊന്നും ഇല്ല, ദൈവം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അന്ന് ഞാൻ രക്ഷിക്കപ്പെടാനുള്ള കാരണം ഈ വചനം എന്ന് പറയുന്ന പുസ്തകം വായിച്ചപ്പോൾ വെറും ഒരു വായന മാത്രമല്ല അവിടെ നടന്നത്, ഒരു വ്യക്തിയെ പരിചയപ്പെടുകയായിരുന്നു. ആ വ്യക്തിയെ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായ കാര്യം, ഈ വ്യക്തിയുടെ പ്രഭാവം വളരെ വലുതാണ്. അല്ലേ, നമ്മൾ ചില വ്യക്തികളെ കാണുമ്പോൾ ഇയാൾ വലിയ ആളാന്ന് തോന്നുന്നു, അയാൾക്കൊരു ഘനമുണ്ട്, ഒരു ഗാംഭീര്യമുണ്ട്, അല്ലേ? വെയിറ്റ്. ഈ നമ്മുടെ എബ്രായ ബൈബിളിൽ ഈ വെയിറ്റ് എന്നുള്ള വാക്കാണ് മഹത്വത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന് വളരെ വെയിറ്റ് ഉണ്ട്, ഘനമുണ്ട്, ഗാംഭീര്യമുണ്ട്. പക്ഷെ അതെന്താണ്? ശബ്ദത്തിന്റെ അല്ല. നിങ്ങളുടെ പാസ്റ്ററിന് നല്ല സൗണ്ട് ഉണ്ട്, എനിക്ക് ആ സൗണ്ട് ഇല്ല. ഗാംഭീര്യം എന്താണ്? വ്യക്തിത്വത്തിന്റെ ഗാംഭീര്യം. ആ വ്യക്തി പ്രഭാവത്തിൽ ഞാൻ വീണപ്പോൾ എനിക്ക് മനസ്സിലായി, ഉള്ളിൻ്റെ ഉള്ളിൽ സ്വമേധ ഉണർന്നു വരുന്ന ഒരു റെസ്പോൺസ് ആണ്, അയ്യോ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് ഈ വ്യക്തി. അന്ന് 17-ാം വയസ്സിൽ ഇതൊക്കെ ചോദിച്ചാൽ ഇതൊന്നും പറയത്തില്ല. ഇതൊക്കെ ഉള്ളില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ വാക്കൊന്നും ഇല്ല, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് പിന്നീടുള്ള പഠനവും ഈ റിഫ്ലക്ഷനും വായനയും ഒക്കെ കൊണ്ടുവന്നതാണ് ഈ വാക്ക്. പക്ഷേ എനിക്ക് അന്നും അറിയായിരുന്നു ഇതാണ് എൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏറ്റവും യോഗ്യതയുള്ള, ആരാധനയ്ക്ക് യോഗ്യതയുള്ളവനെ കണ്ടുമുട്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു മറുചോദ്യം, നീ ഇതുവരെ ആരാധിച്ചിട്ടില്ലല്ലോ. ഈ 17 വയസ്സ് വരെയും നീ ചെയ്ത മതപരമായ ആചാരത്തിലും നിന്റെ സോക്കോൾഡ് ഭക്തിയിലും ഈ പറയുന്ന യോഗ്യത നീ അംഗീകരിച്ചിട്ടില്ല, ആരാധിച്ചിട്ടില്ല. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ രക്ഷയിലേക്ക് ദൈവം കൊണ്ടുവരാൻ ഉപയോഗിച്ച പാപബോധം. അല്ലാതെ എനിക്ക് 17-ാം വയസ്സിൽ വേറെ പാപബോധമൊന്നും വന്നില്ല. അന്ന് ഞാൻ തിരിയാനിടയായ പാപബോധം അതായിരുന്നു. അയ്യോ, ഇത്രയും വലിയ ആളെ നമ്മൾ പുച്ഛിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു 17 വർഷമായിട്ട്. ഇയാൾക്ക് ഒരു മര്യാദയും ഒരു ബഹുമാനവും ഒന്നും കൊടുത്തിട്ടില്ല. ഇത്രയും വലിയവനായവനെ ഗവനിച്ചില്ല. അതായിരുന്നു എൻ്റെ ഉള്ളിൽ. ഇത് പരിശുദ്ധാത്മാവ് ചെയ്താണല്ല, എൻ്റെ ബുദ്ധിയൊന്നുമല്ല കേട്ടോ. ഇത് നിങ്ങളാരും ചിന്തിക്കരുത് ഇവൻ വലിയ ബുദ്ധിമാനായതുകൊണ്ടൊന്നുമല്ല. ഇതെൻ്റെ ബുദ്ധിപരമായ പഠനത്തിൻ്റെ അവസാനം ഉളവായ നിഗമനമൊന്നുമല്ല, വചന വിശകലനത്തിന്റെ അവസാനം. അതൊന്നുമല്ല ഇത്. അന്ന് വിശകലനം ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ഒരു പൊട്ടനായിരുന്നു.
അത്ര എനിക്കൊന്നും അന്ന് ഒന്നുമില്ലായിരുന്നു. വെറും 17 വയസ്സ് പൊട്ടച്ചെറുക്കൻ എന്നൊക്കെ പറയത്തില്ലേ, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ദൈവം എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു. നമ്മൾ ആദ്യം വായിച്ച സങ്കീർത്തനത്തിന്റെ അവസാനം, ദൈവത്തെ പോലെ തുല്യൻ. എല്ലാ ആരാധനയുടെയും അന്തസത്ത അതാണ്. ദൈവത്തെ പോലെ തുല്യൻ വേറെ ആരുമില്ല, വേറെ ആരുമില്ല. അത് മനസ്സിലാക്കിയിട്ടുള്ള ആരാധനയാണ് ശരിയായ ആരാധന. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അല്ലാതെ വേറെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു റീസണും ഇല്ല ഞാൻ എന്തിനു രക്ഷിക്കപ്പെടുന്നു. എനിക്ക് അങ്ങനെ പറയത്തക്ക ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ ഈ ബോധ്യം വചനത്തിലൂടെ എൻ്റെ ദൈവം ഉളവാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ദൈവത്തെ ഒരിക്കൽ പോലും ബഹുമാനിച്ചിട്ടില്ല, ആരാധിച്ചിട്ടില്ല. അതാണ് എൻ്റെ മാനസാന്തരം. അതോടുകൂടെ തന്നെ എനിക്കൊരു കാര്യവും കൂടെ ദൈവം വെളിപ്പെടുത്തി തന്നു. കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ പാപങ്ങളെ ക്ഷമിക്കും. അതും എനിക്ക് ഈ വേദഭാഗം വായിച്ചപ്പോൾ ഉള്ളിൽ തെളിവായി. അന്ന് എത്ര തെളിവായി എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ. പക്ഷെ വിശ്വസിക്കാൻ എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുളവായി. അല്ലെ, അവനിൽ വിശ്വസിച്ചാൽ രക്ഷ ലഭിക്കും. അല്ലെ, യോഹന്നാൻ 3:16, അത് എൻ്റെ തർജ്ജിമ ഇങ്ങനെയാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആ പുത്രനെ യാഗമായി നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അല്ലെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാടാണ് കർത്താവ് ക്രൂശിൽ കാണിച്ചത്. പുത്രനെ യാഗമായി അവൻ നൽകി. അല്ലെ, ആ പുത്രനിൽ വിശ്വസിക്കുമെങ്കിൽ നിത്യജീവൻ ലഭിക്കുക തന്നെ ചെയ്യും. നിത്യജീവൻ ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, പുത്രനിൽ വിശ്വസിക്കുന്നവൻ. അല്ലെ, അവനിൽ വിശ്വസിക്കുന്നവൻ. അവനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ വിശ്വസിക്കുന്നവനല്ല. യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു മനുഷ്യരാശിയുടെ പാപത്തിനായിട്ട് മരിച്ചിരിക്കുന്നു. യേശുക്രിസ്തു 3-ാം ദിവസം ജനിച്ചിരിക്കുന്നു. ആരാ പറയുന്നതെന്നറിയാം? ഈസ്റ്റർ ദിനത്തില് മലയാള ദിനപത്രങ്ങളെല്ലാം പറയും, മാതൃഭൂമിയും പറയും, എല്ലാവരും പറയും, 3-ാം നാൾ മനുഷ്യരാശിക്ക് വേണ്ടി മരിച്ചിട്ട് കർത്താവ് ഉയർത്തെഴുന്നേരിക്കുന്നു. അവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. എത്രയോ നാമധേയ ക്രിസ്ത്യാനികൾ അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലെ, നിങ്ങളിൽ പലരും അങ്ങനത്തെ പശ്ചാത്തലം, നിങ്ങളും ഇതൊക്കെ ജനിച്ച നാൾ പോലും പറയില്ലേ, യേശുക്രിസ്തു ദൈവമാകുന്നു, മരിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, പാപത്തിനായി ചെയ്തിരിക്കുന്നു. അല്ലെ, എന്നിട്ട് എന്താ രക്ഷിക്കപ്പെടാത്തെ? വസ്തുതകൾ വിശ്വസിക്കുന്നതല്ല. നല്ല വസ്തുത, സത്യമായ വസ്തുതകളായിരിക്കും, വാസ്തവമായിരിക്കും. പക്ഷെ വ്യക്തിയിൽ വിശ്വസിച്ചാലേ രക്ഷയുള്ളൂ. വ്യക്തിയിൽ വിശ്വാസം വേറെയാണ്. അല്ലെ, ഇപ്പൊ ഞാൻ ഈ പാസ്റ്ററെ വിശ്വസിക്കുന്ന പറഞ്ഞാൽ ആ വ്യക്തിയിൽ വിശ്വസിക്കുക. അല്ല, അങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ടെന്ന് അവിടെ കാണും, ആരോ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ അറിവിലല്ല ദൈവം നോക്കുന്നത്. അല്ലെ, ആ അറിവിന്റെ വെളിച്ചത്തിൽ വ്യക്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ, വ്യക്തിയുടെ ആ മഹത്വം കണ്ട് അവനിൽ ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ദൈവം കൊടുക്കുന്ന ദാനമാണ്, പ്രതിഫലമല്ല, ദാനമാണ് രക്ഷ, നിത്യജീവൻ. അല്ലേ, അങ്ങനെ ഞാൻ രക്ഷയിലേക്ക് കടന്നു വന്നു. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെയാ വിശ്വാസി, ആരൊക്കെ വിശ്വാസി അല്ലാന്ന് ഞാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയുകയാണ്. ഇങ്ങനെ ആരെങ്കിലും വിശ്വസിക്കാത്തവരിപ്പുണ്ടെ ഒന്ന് വിശ്വസിക്കണം. നിങ്ങളിവിടെ വരുമ്പോഴും പലപ്പോഴും പലതൊക്കെ കേൾക്കുമ്പോൾ തലയാട്ടുമായിരിക്കും. പക്ഷെ തലയാട്ടലല്ല, വ്യക്തിയിൽ. അല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് പാസ്റ്റർമാർ വരെ ഉണ്ട് രക്ഷിക്കപ്പെടാത്ത. അവര് സുവിശേഷീകരണത്തിനൊക്കെ പോകും, പിന്നീട് അവർ മനസ്സിലാവും വ്യക്തിയിൽ വിശ്വസിച്ചിട്ടില്ല ഇതുവരെ. സൺഡേ സ്കൂളിൽ പോയി, പിന്നെ അത് കഴിഞ്ഞ് ബൈബിൾ സ്കൂളിൽ പോയി, പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു, സഭ തുടങ്ങി. അല്ലെ, രക്ഷിക്കപ്പെടണം, വ്യക്തിയിൽ വിശ്വാസം. എന്താ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ രക്ഷ കടന്നു വരുന്ന ഒരു കാര്യം? പെട്ടെന്ന് സുവിശേഷീകരണത്തിനൊക്കെ എരിവുള്ള കുറച്ച് പേര് ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ നിങ്ങൾക്ക് സഹായമായിരിക്കാൻ വേണ്ടി പറഞ്ഞുകൊള്ളട്ടെ. 1 പത്രോസ് 3:18 എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യത്തിൽ ഒന്നാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ രക്ഷ കടന്നു വരുന്നത്? അത് ക്രൂശിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. 1 പത്രോസ് 3:18 ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ ക്രൂശിൽ കഷ്ടം അനുഭവിച്ചു. 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അല്ലേ, എന്താ കർത്താവ് ചെയ്തത്? നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് അതിന്റെ ശമ്പളമായ മരണം ക്രൂശിൽ അവൻ സഹിച്ചു. നമ്മുടെ പാപത്തിന്റെ ശമ്പളം അവൻ ക്രൂശിൽ അനുഭവിച്ചു. എങ്ങനെ അനുഭവിച്ചു? പകരക്കാരനായിട്ട് അനുഭവിച്ചു. നീതിമാനായ കർത്താവ് നീതികെട്ടരായ നമുക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു. ഇനി അതിന്റെ റിസൾട്ട്, മൂന്നാമത്തെ എന്തോ റിസൾട്ട്?
നമുക്കല്ല സ്വർഗത്തിപ്പാം എന്നല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. റിസൾട്ടാണ് നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ദൈവത്തോടുള്ള അടുപ്പം, ദൈവവുമായിട്ട് നിരപ്പ്, അനുരഞ്ജനം, അല്ലെ? മുറിഞ്ഞുപോയ ബന്ധം മടക്കി കിട്ടും. രക്ഷയിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തെ കിട്ടി. വേറൊന്നും, സ്വർഗം കിട്ടി, പൈസ കിട്ടി, നേരത്തെ പറഞ്ഞ പോലെ ഭൗതിക അതൊന്നുമല്ല. എന്തോ കിട്ടി? ദൈവത്തെ കിട്ടി. അതിനു വേണ്ടിയിട്ടാ കർത്താവ് ക്രൂശി മരിച്ചേ, അല്ലെ? നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായിട്ട് അതിന്റെ ശമ്പളം, ദൈവക്രോധം ക്രൂശിൽ സഹിച്ച് പകരക്കാരനായി മരിച്ചു. എനിക്ക് എന്തോ കിട്ടി? ദൈവത്തെ കിട്ടിയെന്ന്. ഇതാണ് ക്രൂശിൽ നടന്ന 3 കാര്യം, അല്ലെ? ഇംഗ്ലീഷ് നമ്മൾ പറയും പീനൽ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്. പെനൽറ്റി സഹിച്ച് സബ്സ്റ്റിറ്റ്യൂട്ടായി മരിച്ച് നമുക്ക് അറ്റോൺമെന്റ് തരുന്നു, അല്ലെ? ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്ന പിള്ളേരുണ്ട്. പെനൽറ്റി, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ഫുട്ബോളിന്റെ വാക്കുകളാണ്, അല്ലെ? നമ്മുടെ പെനൽറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പോയി അടി കൊണ്ടിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ദൈവത്തെ തിരിച്ചു കിട്ടി, അല്ലെ? 3 കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് സുവിശേഷം പറയുമ്പോഴും ഇതാ പറയണ്ടത്, ദൈവത്തെ കിട്ടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അതാ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ എനിക്ക് പറയപ്പെടുന്ന ഏറ്റവും വലിയ മാറ്റം അതായിരുന്നു. എല്ലാ ചിന്തയും ദൈവത്തെ കുറിച്ചാണ്. ഈ മരിച്ചിരുന്ന ഒരു ആള് ജീവിച്ചു വന്നു. ആരാ മരിച്ചിരുന്നത്? ഞാനല്ല, ദൈവം. എൻ്റെ ചിന്തകളിൽ ദൈവം ഇല്ലായിരുന്നു. ഇതിപ്പം ആഗ്രഹം ഉണ്ടേലും ഇല്ലേലും, ബോധപൂർവം ആണേലും അല്ലേലും, എല്ലാ ചിന്തയും ദൈവത്തെ, ദൈവം 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 ദൈവം, അല്ലെ? ചില യൗവനക്കാർ പറയും, ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടം വന്നാൽ പിന്നെ അവളായി എല്ലാ സമയവും, അല്ലെ? എന്ത് ചെയ്താലും അതെ ഓർക്കും. പ്രേമത്തിലൊക്കെ വിട്ടവർക്കറിയാം, കല്യാണം കഴിച്ചവർക്കും അറിയായിരിക്കണം, നല്ല കല്യാണമൊക്കെ ആണെങ്കിൽ, അല്ലെ? എപ്പോഴും നമ്മുടെ ആ സ്നേഹിതനെ കുറിച്ചോ സ്നേഹിതയെ കുറിച്ചോ, ഇത് എനിക്ക് എപ്പോ തിരിഞ്ഞാലും ദൈവം 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 ദൈവം, എനിക്ക് ദൈവത്തെ കിട്ടി. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ കോളേജിലൊക്കെ പോയി കണ്ട ചെറിയന്മാരോടും തോമസുമാരോടും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലായി, അവർക്കൊന്നും ദൈവമില്ല. അവർ പറഞ്ഞു, വേറെ സഭാചരിത്രം പഠിപ്പിച്ചു തരാം, കോൺസ്റ്റന്റീൻ രാജാവിനെ കുറിച്ച് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ആരെ? രാജാക്കന്മാരെന്ന് പറഞ്ഞൊരു പുസ്തകം അവിടെ കണ്ട് മറിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്, അതിനകത്ത് രാജാവാണ്. അതൊന്നുമല്ല, ഇതൊക്കെ വരെ പിന്നീടുള്ള ചരിത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മതിയാക്കി. അപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 3 വർഷം ഒരു വിശ്വാസിയും പരിചയപ്പെടുത്തിയില്ല, ഒരു സഭയിലും പോയില്ല. ആദ്യത്തെ 3 വർഷം ഞാനും ദൈവവും ബൈബിളും മാത്രം. ഞാൻ സാധാരണ പറയുന്നത് എൻ്റെ മധുവിധുവായിരുന്നു, ഹണിമൂണായിരുന്നു. ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ചില ആത്മീക ചിട്ടകൾ അന്നാണ് തുടങ്ങിയത്. എനിക്ക് സൺഡേ സ്കൂൾ നടത്തിയതും എന്നെ പ്രാർത്ഥന പഠിപ്പിച്ചതും ഒക്കെ ദൈവം തന്നെ, വേറെ ആരുമില്ല. വീട്ടിൽ പിന്നെ സുവിശേഷം കണ്ട് പണ്ട് കേട്ടിട്ട് ഉറങ്ങിയിരിക്കുന്നൊരു ചേട്ടനുണ്ട്. പുള്ളി പക്ഷേ അന്ന് അത്ര ഉണർന്നിട്ടില്ല. ഇന്നത്തെ കാര്യം വേറെ, അത് പിന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് ദൈവം മാത്രം, അല്ലേ? ആദ്യത്തെ 3 വർഷം വളരെ ഒരു എന്താ പറയുക, ഒരു സങ്കീർണത നിറഞ്ഞ ഒരു സമയമാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാറില്ല പൊതുവേ. ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായ ഒരു സമയമാണ്. പക്ഷേ ഞാനും ദൈവമായിട്ടുള്ള ബന്ധം വളർന്നതും അപ്പോഴും, അല്ലേ? ഞാൻ ബൈബിള് വളരെ ചിട്ടയായിട്ട് വായിക്കാൻ തുടങ്ങി. എന്നിട്ട് മറിച്ച് വിട്ടതൊക്കെ നിർത്താൻ ഇനി തിരിച്ചു വിട്ട് 1-ാമത്തെ ഉൽപ്പത്തി 1 തുടങ്ങാം, അല്ലെ? എല്ലാ ദിവസവും രാവിലെ ഉൽപ്പത്തി ഒരു ചാപ്റ്റർ വായിക്കും, പിന്നെ മത്തായി ഒരു ചാപ്റ്റർ, അങ്ങനെ പഴയ നിയമം പുതിയ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ചാപ്റ്റർ വീതം വായിക്കാൻ തുടങ്ങി. വായിച്ചിട്ടും എനിക്ക് എൻ്റെ ഉള്ളിലെ വിശപ്പ് മാറുന്നില്ല. അപ്പോൾ പിന്നെ സ്ഥിരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചോന്ന് ചോദിച്ചാൽ അതൊക്കെ ദൈവത്തിനറിയാം. ബൈബിള് പഠിച്ചു, ഞാൻ നല്ലപോലെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തറ പാകിയ വർഷങ്ങളാണ് ആ വർഷങ്ങൾ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ച ആദ്യത്തെ ദിവസം ബിലീവറായി, രക്ഷിക്കപ്പെട്ട. അന്നൊന്നും ഈ വാക്കൊന്നും അറിഞ്ഞൂടോ കേട്ടോ. അന്ന് യേശുവിനെ കണ്ടുമുട്ടി എന്നുള്ളതല്ല, അതിനപ്പുറത്തെ വാക്ക് ഈ പറയുന്ന ഇപ്പോഴത്തെ ക്രിസ്ത്യനീസ് ഭാഷയുണ്ടല്ലോ, സഭയുടെ ഭാഷ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടെന്ന്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ്, പഴയതൊക്കെ വിട്ടു ഇനി പുതിയ വഴി എന്നുള്ള ആ ഒരു രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഉള്ളിൽ ദൈവം തന്ന ഒരു ഓർമ്മയാണ് മത്തായി 6:33. മുൻപേ അവൻ്റെ രാജ്യം അന്വേഷിക്കുക. അപ്പൊ അന്നത്തെ എൻ്റെ കുഞ്ഞു മനസ്സിലാക്കി തന്നത് ആദ്യം പ്രാർത്ഥിക്കണം, മുൻപേ ആദ്യം ദൈവത്തെ അന്വേഷിക്കണം. ആ വാക്യത്തിന്റെ അർത്ഥം അതിനൊക്കെ ഗഹനമായ അർത്ഥമാണ്. എന്നാലും അന്ന് എനിക്ക് അത്ര എളുപ്പം. ഈ പ്രാർത്ഥിക്കുക, എന്തോ പ്രാർത്ഥന? ഇതുവരെ ഒരു ക്രിസ്ത്യൻ പ്രാർത്ഥന കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, പോയിട്ടുമില്ല, ആരും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ആകെ അറിയാവുന്ന സിനിമയെ കണ്ടിട്ടുണ്ട്, ആളുകൾ മുട്ടുകുത്തി. അപ്പൊ ഞാൻ മുട്ടുകുത്തി, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. മുട്ടുകുത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, മേളിലോട്ട് നോക്കി, ഉള്ളിൽ നിന്ന് പറഞ്ഞ ദൈവമേ എനിക്ക് അറിഞ്ഞുകൂടാ,
അന്ന് ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥന പുറത്തു കൊണ്ടുവന്നു. അന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചതായിരുന്നു, പിതാവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രം, ഇന്ന് ഒരു ദിവസം എനിക്ക് നൽകിയല്ലോ. താങ്ക് യു ഫാദർ ഫോർ ദിസ് ഡേ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആലോചിച്ചു, ഇന്നേ വരെ ഒരു ദിവസത്തിന് വേണ്ടിയൊന്നും സ്തോത്രമൊന്നും പറയാം. ആരെങ്കിലും ദിവസത്തിന് വേണ്ടി, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അവിശ്വാസികൾ ഒരു ദിവസത്തിന് വേണ്ടി നന്ദി പറയുന്നത്? എല്ലാം കഴിഞ്ഞ് കുറെ പൈസയൊക്കെ ഉണ്ടാക്കി വളരെ അടിച്ചുപൊളി ദിവസമാണ്, ചിലപ്പോൾ വൈകുന്നേരം ഒരു നന്ദി പറഞ്ഞെങ്കിലായി. രാവിലെ എഴുന്നേറ്റ് ഒന്നും കാണാതെ ഇന്നത്തെ പകൽക്കാലത്തിനായിട്ട് ആരെങ്കിലും പറയും? അത് ഈ വിശ്വാസികൾ മാത്രമേ പറയത്തുള്ളൂ, അല്ലെ? ഒരു ദിവസം തന്നല്ലോ കർത്താൻ. ഞാൻ തന്നെ ഈ 17 വയസ്സ് ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല ഒരു ദിവസം. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് വേറെ ആരും ഇതായിരുന്നു. അങ്ങനെ ദൈവം എന്നെ പ്രാർത്ഥന പഠിപ്പിച്ചു. പിന്നെ പോകെ എനിക്ക് എത്ര നേരം വേണമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. ആ ഒരു സമയം, അത് ഈ പറഞ്ഞില്ലേ, ഈ മധുവിധുവാണ്, ഞാനും ദൈവവും ബൈബിളും മാത്രം. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസി, പിന്നെ എൻ്റെ സീനിയറായിരുന്നു ഒരു ചേച്ചി, പാസ്റ്ററിൻ്റെ മോളാണ്, ദുബായിലെ ഒരു പാസ്റ്ററിൻ്റെ മോളാണ്. പുള്ളിക്കാരി എൻ്റെ ക്ലാസ് റൂമിൽ വന്നപ്പോൾ ഞാൻ ഈ ബെഞ്ചിൽ കോമ്പസ് ഇട്ട് ജീസസ് ഐ ലവ് യു എന്നൊക്കെ കുത്തിക്കുറിച്ചോണ്ടിരിക്കുകയായിരുന്നു. അറിയാലേ ഈ വൃത്തികേടാക്കുന്ന പരിപാടി. പുള്ളിക്കാരി ബാക്കിൽ നിന്ന് എന്ത് യേശു എന്നൊക്കെ ഒരുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇവനേതാ? എന്നോട് ചോദിച്ചു, ഡിനോമിനേഷൻ ഏതാ? ഞാൻ അന്നേ വരെ ഈ ഡിനോമിനേഷൻ എന്നുള്ള വാക്ക് കേട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? 500 രൂപ നോട്ട്, 1000 രൂപ നോട്ട്. അപ്പൊ ഞാൻ ഈ സ്ത്രീക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട്, ഇതേതാ ഈ സ്ത്രീ? അപ്പൊ അവർക്ക് മനസ്സിലായി ഈ ചെറുക്കൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞോളൂ, ഇവര് NRI ആണല്ലോ. എടാ മോനെ, സഭ ഏതാ? സഭ ഇല്ല. എനിക്കൊന്നാതെ ഈ സഭ എന്നുള്ള, ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് രക്ഷിക്കപ്പെട്ട ആളാണ്. എനിക്ക് മലയാളം ക്രിസ്ത്യൻ ഭാഷ ഒന്നും പറഞ്ഞിട്ട് സഭ ആ കൂടെ അറിയാവുന്നൊരു സഭ നിയമസഭ. അതാവും വഴിയില്ല. ഇത് എന്തോ ഈ പുള്ളിക്കാരി ചോദിച്ചു, ചെയ്യാതെ ചർച്ചിലാ പോകുന്നത്. ഒപ്പം മനസ്സിലായി. ഞാൻ എനിക്ക് ചർച്ചൊന്നുമില്ല, ഞാനിങ്ങനെ ദൈവമായിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ബാ മോനെ ഒരു സ്ഥലത്ത് പോകാന്ന് പറഞ്ഞ് എന്നെ ഒരു യൗവനക്കാരുടെ കൂട്ടായ്മയെ വിളിച്ചുകൊണ്ട് പോയി. പിന്നീട് അതാണ് പിന്നെ എൻ്റെ ജീവിതം ഒരു ഡയറക്ഷനിലേക്ക് മാറ്റിയത്. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ കൂട്ടായ്മയുടെ ലീഡറാക്കി എന്നെ പിടിച്ചു. കാരണം എന്താ അറിയാം, ഇവന് ബൈബിൾ വായിച്ച അറിവുണ്ട്, എല്ലാ പുസ്തകത്തിന്റെ പേരറിയാം, എവിടെ നിന്ന് വേണേലും എന്തെങ്കിലും ഒരു വാക്യമൊക്കെ പറയാറിയാം. നീ കയറി നിന്നോ പ്രസംഗിക്കാൻ വല്ലതും അറിയാം നമുക്കൊന്നും അറിയണം. എൻ്റെ ആദ്യത്തെ പ്രസംഗം 5 മിനിറ്റ് ആയിരുന്നു. ഹോശയ്യായുടെ പ്രവചനത്തിൽ നിന്ന് 5 മിനിറ്റ് പ്രസംഗിച്ചു. അതായത് എൻ്റെ ആദ്യത്തെ പ്രസംഗം. പക്ഷെ എന്നെ പിടിച്ച് അവിടെ ലീഡറാക്കി. അപ്പോഴേ നമ്മളൊരു മിനിസ്ട്രി ലൈൻ ആണെന്നുള്ള രീതിയിൽ ദൈവം എന്നെ നയിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ആ കൂട്ടായ്മ ഞാൻ പോയ ആദ്യ കാലത്ത് തന്നെ പിന്നീട് ഞാൻ പോയ സഭയിലൊക്കെ കണക്ട് ആവാനിടയായി. ഞാനപ്പം സ്നാനപ്പെടാനുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു. ഈ സഹോദരി കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു, മോൻ സ്നാനപ്പെടണം, നീ കുറെ നാളുടെ അകത്തിരിക്കുക, അപ്പം സ്നാനപ്പെടാം. പിന്നെ സ്നാനപ്പെടാൻ എന്ത് ചെയ്യാൻ ഞാൻ തയ്യാർ. ആ സമയത്ത് പക്ഷെ ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു, നീ എന്താ ചെയ്യുന്നത് എനിക്കറിഞ്ഞോളൂ, ഞാൻ സ്നാനപ്പെടാൻ പോകും. ചേട്ടൻ പറഞ്ഞു, ഞാനും വരുക. ദൈവം പുള്ളിയുടെ ജീവിതത്തിലും വർക്ക് ചെയ്ത് നമ്മൾ ഒരുമിച്ചാണ് സ്നാനപ്പെട്ടത് 2005 സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടനെ കിട്ടി. മൂത്ത ആളാണല്ലോ, എന്തെങ്കിലും ചെയ്ത് അവനല്ലേ അടി, ഇളയാൾക്ക് മറിഞ്ഞിരിക്കാം. അപ്പൊ എനിക്ക് ലൈസൻസ് ആയി, ഇനിയിപ്പോ സഭയിലൊക്കെ പോവാം. അങ്ങനെ ഒളിഞ്ഞും പാത്തും ഒക്കെ പോകാൻ ചിന്തിച്ചിരുന്ന ഞാൻ പിന്നെ തുറന്ന് സഭയിലൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം പോയപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. കാരണം ആകെ 2 മക്കളേ ഉള്ളൂ, 2ഉം തെറ്റിപ്പോയി, അല്ലേ? അപ്പൊ അച്ഛനും അമ്മമാരെന്ത് ചെയ്യും, അല്ലേ? അങ്ങനെ അത് വലിയ പ്രശ്നത്തിലൊക്കെ പോയി. ഒരു ദിവസം ഒരു ഞായറാഴ്ച വൈകുന്നേരം, അത് ആ സമയത്തൊന്നും ഞായറാഴ്ചകൾ എന്ന് പറഞ്ഞാൽ രാവിലെ സ്വർഗത്തിൽ പോവും, ഉച്ചയ്ക്ക് ശേഷം പിന്നെ അറിയാലോ എവിടെ പോകുന്നു. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് വഴക്കും, അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് പിള്ളേർ മരിച്ച പോലെയാണ് അവർ ഇരിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് എന്ത് മനസ്സിലാവും. അപ്പോൾ ഒരു സൺഡേ ഇതിങ്ങനെ കുറേ പോയി കഴിഞ്ഞപ്പോൾ ഒരു സൺഡേ വൈകുന്നേരം ആയപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു, മകളെ ബാ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ അവരൊരു അന്ത്യശാസന കൽപ്പിച്ചു. നിങ്ങൾ ക്രിസ്ത്യാനികളോ ക്രിസ്തുവിൻ്റെ പുറകെ എന്ത് വേണേ ആയിക്കോ, അതിനൊന്നും നമുക്കൊരു തടസ്സമില്ല. ഇവിടെ താമസിച്ചോണ്ട് വേണ്ട, അടുത്ത ഞായറാഴ്ച പോവുകയാണെങ്കിൽ ആ വഴിയൊക്കെ പോകണം, ഇങ്ങോട്ട് വരണ്ട. ഇനി ഞങ്ങളുടെ ഈ ശാസനയൊക്കെ അതിക്രമിച്ച് നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പിച്ചു വെച്ചോ, ഞാനും അമ്മയും ആത്മഹത്യ ചെയ്യും, നമുക്കിങ്ങനെ ജീവിക്കണം. ഇപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലിതൊക്കെ എല്ലാ വീട്ടിലുണ്ടല്ലോ, ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ പലതും പറയും, ഇതൊക്കെ ഇപ്പം തണുത്ത് പോകും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ബുധനാഴ്ചയായപ്പോൾ മനസ്സിലായി വളരെ കട്ടയ്ക്ക് സീരിയസ് ആയിട്ടാണ് അവർ പറയുന്നത്. കാരണം ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല, ഇത് അലിയുന്നില്ല ദേഷ്യം. അപ്പം ഇത് വെറും മുൻകോപമല്ല. എന്തായാലും ആ ഞായറാഴ്ചയും ഞാനും ചേട്ടനും പോയി. സഭയിൽ പോയിട്ട് തിരിച്ച് നമ്മൾ വന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ബൈക്ക് അച്ഛന് തിരിച്ചു കൊടുക്കാം, എന്നിട്ട് പറയാം, നിങ്ങൾ ആത്മഹത്യ ഒന്നും ചേട്ടൻ, നിങ്ങളതാ റോഡിലോട്ട് ഇറങ്ങാൻ പോകുന്നു എന്ന്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഇതും എനിക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ.
ഞങ്ങൾ ഭയപ്പെട്ടൊക്കെ വീട്ടിൽ ചെന്നപ്പോൾ ആദ്യമായിട്ടൊരു ഞായറാഴ്ച അച്ഛൻ ചിരിച്ചോണ്ടിരിക്കുന്നു. അമ്മ ഫോണിൽ ആരോടെങ്കിലും വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവർ മറന്നുപോയി ഇന്ന് ഞായറാഴ്ചയാണെന്ന്. മാത്രമല്ല ഞങ്ങൾ ഏറി ചെന്ന് അച്ഛൻ പറഞ്ഞു, ആ മക്കളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരമായി, നിങ്ങളെന്താ ഇത്രയും നേരമായിട്ടും വരാതിരുന്നതെന്ന്. ഞാൻ ആലോചിച്ച് ഈ പുട്ടടിക്കുന്ന കാര്യമാണ് ഇപ്പൊ പറയണ്ടേ. അന്ന് പുട്ടും കടലയായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വിചാരിച്ചു അത്താഴമായിരിക്കും, ആഹാരം തന്നെ ഇറങ്ങി പോടാന്ന് പറയാനായിരിക്കും. എന്തുകൊണ്ടോ അവര് തന്നെ അന്ത്യശാസനം മറന്നുപോയി, ദൈവം മറപ്പിച്ചു. അപ്പോ പിന്നീടാണ് എനിക്കും എൻ്റെ ചേട്ടനും പിന്നീട് ദൈവസന്നിധിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം ഒരു ബോധ്യം നൽകിയത്. മക്കളെ, ഈ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ അപ്പനമ്മമാരെ കുറിച്ചൊന്നും അല്ലായിരുന്നു, ഇത് നിങ്ങൾക്കുള്ളൊരു പരീക്ഷണമായിരുന്നു. അതായത് റോഡിൽ പോകുന്ന കാണുമ്പോൾ തീരുന്ന ഭക്തിയാണോ ഇത്, അതോ റോഡായാലും എവിടെ ആണേലും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചേട്ടനും ഞാനും എൻ്റെ റൂമിൽ ഇരുന്ന് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്, വേണമെങ്കിൽ ഇവർ ചിലപ്പോൾ നമ്മുടെ മുട്ടുകാലി തല്ലി വിളിച്ച് സഭയിലൊന്നും പോകാതാക്കി തരുമായിരിക്കും, അത് വേണേ അവർ ചെയ്യട്ടെ, അല്ലെ, വേണമെങ്കിൽ ചിലപ്പോൾ നമ്മളെ പുറത്താക്കുമായിരിക്കും, അതും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അച്ഛനും അമ്മയോട് ഒരു എതിർപ്പുമില്ല. പക്ഷേ യേശുക്രിസ്തുവിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ എത്ര വലിയ ഭക്തന്മാരൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും വലിയ സ്നേഹം നമുക്ക് കിട്ടിയത്. എങ്ങനെ പോകും അല്ലെ? ഒരു ഭൂലോക ചെറ്റയാണല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അത്രയും ചെറ്റത്തിനും ദൈവം അനുവദിച്ചില്ല ഉള്ളിൽ. അപ്പൊ പിന്നെ എങ്ങനെ നമ്മളൊരു അവിശ്വാസം കാണിക്കും എന്നുള്ളത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും മുഖാമുഖം നോക്കി. ഞങ്ങൾ ഒരിക്കലും ഇല്ല, ഇനി എന്തൊക്കെ വേണേൽ വരട്ടെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഇനി ഒരുത്തനെ കൊന്നു മറ്റവൻ അനുഭവിക്കണമെങ്കിൽ ഒറ്റയ്ക്കാണേലും നമുക്കത് ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോയതായിരുന്നു. പക്ഷെ അന്ന് രണ്ടുപേരും പഠിത്തമൊന്നും കഴിഞ്ഞിട്ടില്ല, ജോലിയില്ല, ഒന്നുമില്ല. റോഡിലിറങ്ങിയത് തന്നെ. എന്തുകൊണ്ടോ സഭയിലുള്ള ഒരാളും ഞങ്ങളെ വിളിച്ചതുമില്ല, മക്കളെ ഇങ്ങോട്ട് പോരാണ്. അത് ദൈവത്തിന്റെ ഒരു ടെസ്റ്റിന്റെ ഭാഗമായിരുന്നു. നിങ്ങളാരും ഇപ്പൊ സഹായിക്കണ്ട. എങ്കിൽ പിന്നെ ടെസ്റ്റ് ഒന്നുമില്ല, അങ്ങോട്ട് അങ്കിൾ ഉണ്ടല്ലോ, യേശു വേണ്ട, അങ്കിളുണ്ട് അല്ലെ. അതുകൊണ്ട് ദൈവം ചില സമയത്ത് നമ്മളെ ഒറ്റപ്പെടുത്തും. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കുന്ന നേരത്ത് സഹായമൊന്നും വരും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇയ്യോബിന്റെ ജീവിതത്തിൽ മാനുഷികമായ ഒരു ആശ്വാസദായകനെയും ദൈവം അയച്ചിട്ടില്ല. 3 വന്നത് പാരയുമായിരുന്നു. കേട്ടോ, ദൈവമാണ് അവന്റെ ആശ്വാസദായകൻ. നമ്മൾ ചില കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കിടന്ന് പ്രാകും, ഒരുത്തിനും ഇല്ലല്ലോ പന്ന സഭ എന്നൊക്കെ പറയാം. അത് ദൈവത്തിന്റെ ഡിസൈനാണ്. എങ്കിലേ ഈ പറയുന്ന വിശ്വാസത്തിലെ വളർച്ചയൊക്കെ വരത്തുള്ളൂ. നാളെ പോയി സാക്ഷിയൊക്കെ പറയണമെങ്കിൽ ഇതുപോലെ ഇപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇതൊക്കെ കടന്നുപോയിട്ടുണ്ട്. അന്ന് ഞാൻ പറയട്ടെ, അന്ന് 2007 ആ കഷ്ടതയിലൂടെ നമ്മൾ പാസ്സായെന്ന് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ റോഡിലൊന്നും ഇറങ്ങണ്ട, മറ്റവരെ ഞാൻ മറപ്പിച്ചു തരാം. അവർക്ക് മറവി വന്നു, അച്ഛനും അമ്മയ്ക്കും. നിങ്ങൾ വീട്ടിൽ നിന്നോളൂ. പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ പോലും സഭയിൽ പോകുന്നതിന്റെ പേരിൽ ഒരു അടിയില്ല, പിടിയില്ല. മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും ആള് മാറി, അവര് മറ്റു ബന്ധുക്കളെയൊക്കെ ഡീൽ ചെയ്തോളും. ഞങ്ങൾക്ക് വിശ്വാസം, സഭ, കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി, അവരുത്തരം പറഞ്ഞോളും. ആരെങ്കിലും ഞങ്ങൾ പിള്ളേർ പോയല്ലേ വരട്ടെ അങ്ങോട്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും വരണ്ട, പിള്ളേരെ കുറ്റം പറയാൻ ആരും വരണ്ട. അവര് നമ്മുടെ ഡിഫൻഡേഴ്സായി, അച്ഛനും അമ്മയും. പല വിശ്വാസികളും വീട്ടിൽ വന്നേച്ച് പറയും, എടാ എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെ ആയിരുന്നു കൊള്ളാന്നുള്ളത്. പേരിന് പാസ്റ്ററാണ്, പേരിന് സഭയിൽ പോകുന്ന അച്ഛനൊക്കെയാണ്, പക്ഷേ എൻ്റെ അച്ഛനും അമ്മ ഇതുപോലെ ആത്മീയത വളർത്തത്തില്ല. എൻ്റെ വീട്ടിൽ വരുന്ന വിശ്വാസി പയ്യന്മാരും ആൾക്കാരും ഒക്കെ പറയുന്നത്, ഇതെന്തൊരു അച്ഛനും അമ്മയും ഇത്, ഇവർ അവിശ്വാസികളാണ് ആരാടാ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സഭ പറയും, അങ്ങനെ സഭാ പാരമ്പര്യം പറയും, പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും യേശുക്രിസ്തുവിന് വേണ്ടി അങ്ങനെ കഷ്ടം സഹിക്കാൻ തുടങ്ങി. പലയിടത്തും പോയി അവരെ തൊലിയുരിച്ചിട്ടുണ്ട്, പക്ഷെ വീട്ടിൽ വന്നിട്ട് ആ ദേഷ്യം ഞങ്ങൾക്ക് കാണിച്ചിട്ടില്ല. അത് ഒരുപാടുണ്ട്. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കഥ പറയുന്നത്. എൻ്റെ അമ്മ അവസാനം തീരുമാനിച്ചു, ഞാൻ ഒരിടത്തും പോകുന്നില്ല, വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാം, മക്കൾക്ക് വേണ്ടിയിട്ട് ഒറ്റയ്ക്കിരിക്കാം. ഇതെല്ലാം സഹിച്ചത് ഞാൻ പറയും, ഞങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല ദൈവം, നിനക്ക് വേണ്ടിയാ. ശരി, അച്ഛനമ്മയുടെ കഥയൊക്കെ ഞാൻ പിന്നെ വേണം വ്യക്തിപരമായി നിങ്ങളോട് പറയും. ഇങ്ങനെ പോയാലേ ഈ പാസ്റ്റർ എന്നെ ഓടിക്കും, 1 മണിക്കൂറും തീരത്തില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇവിടെ പലർക്കും ചിലപ്പോൾ പ്രതികൂലം കാണും, പീഡ കാണും, ഇപ്പം ഇല്ലെങ്കിൽ പിന്നെ വരും. പലപ്പോഴും നമ്മൾ ശുശ്രൂഷ കാണുന്നത് എന്താറിയാം, പ്രശ്നങ്ങളൊക്കെ വരുമ്പം പിന്മാറ്റം അല്ലേ. അപ്പൊ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു മുന്നേറ്റം അല്ലേ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ അനുഭവ വെളിച്ചത്തിൽ പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ച് ആ ഭയങ്ങളെ നേരിടണം. അല്ലാതെ അവിടെ ബാക്കിലോട്ട് പോവുകയല്ല വേണ്ടത്. എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, അവിടെ ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ പറയുമ്പോൾ വീട്ടിൽ വലിയ പ്രശ്നമാണ് സഭയെ വരുന്നതിന്, അതിനെ ഒന്ന് ഭയത്തെ ഒന്ന് നേരിട്ട് ചിലപ്പം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല, അതോടെ ആ പ്രശ്നം തീരും. പിന്നെ ഇനി സഭയെ പോകാൻ വീട്ടിലൊരു പ്രശ്നമില്ല. ഇപ്പൊ എൻ്റെ വീട്ടിൽ പ്രശ്നമില്ലല്ലോ സഭയെ പോകാൻ. 2007 ശേഷം ഇന്നേ വരെ ഞായറാഴ്ച എവിടെ പോകുന്നതാണെന്ന് ചോദിച്ച ഒരു ചോദ്യമില്ല. മക്കൾ പോയിട്ട് ഉച്ചയ്ക്ക് വരുമല്ലോ, നമുക്ക് വേറൊരു കാര്യം ചെയ്യണം, ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. നമ്മുടെ സഭാ ആരാധനയും കൂടെ കാൽക്കുലേറ്റ് ചെയ്താണ് വീട്ടിലെ സംസാരം.
അപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറിയെന്നിരിക്കും. നിങ്ങൾ പേടിച്ച് ബാക്കിലോട്ട് പോകുന്നതോറും ഈ സാഹചര്യം അതുപോലെ ഇരിക്കും, കൂടുതൽ പർവ്വതീകരിക്കും. അതുകൊണ്ട് ഭയത്തിന്റെ മുൻപിൽ തളർന്നു പോകരുത്. ഭയത്തെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഹിതം ചെയ്യുവാനായി മുന്നേറുക. ബാക്കിയൊക്കെ ദൈവം നോക്കിക്കൊള്ളും. വിശ്വാസത്താൽ മുന്നേറുക. ശരി, വളരെ പെട്ടെന്ന് തുടർന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. രണ്ടാമതായിട്ട് എൻ്റെ വിശ്വാസ ജീവിതത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം എന്ന് പറയുമ്പം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? പലതരം യേശു എന്ന് പറഞ്ഞാൽ ഉടനെ അത് വചനമാകണമെന്നില്ല. ഇന്ന് യേശുവിൻ്റെ പേരിൽ പലതും പ്രസംഗിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സഹോദരി പറഞ്ഞു, അല്ലേ, ചുമ്മാ കാര്യങ്ങൾ കിട്ടാൻ ലോട്ടറി ടിക്കറ്റാണ് യേശു, അല്ലേ? പലർക്കും ഒരിടത്തും പോയില്ല, പിന്നെ യേശുവിൻ്റെ ആശുപത്രിയിൽ പോകും. അവിടെ ഒരു നല്ല ഡോക്ടറുണ്ട്. യേശു രോഗം മാറിക്കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ പോകും നമ്മളല്ല, അല്ലേ? അല്ലാതെ ഡോക്ടറെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശുപത്രി ഇരിക്കുമോ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. സർവീസ് കഴിഞ്ഞു, നമുക്ക് സ്ഥലപ്പെടാം. അതല്ല വ്യക്തിബന്ധം, വ്യക്തിയിലുള്ള വിശ്വാസം, അല്ലേ? അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവം എന്ന് പറയുന്നത് സ്വന്തകാര്യ ലബ്ധിക്കുള്ള ഒരു വഴിയല്ല, നമ്മുടെ എല്ലാമാണ്, അല്ലെ? എൻ്റെ വഴിയുടെ അന്ത്യം ദൈവമാണ്. എബ്രായ ലേഖനത്തിൽ അങ്ങനെ തന്നെ പറയും, സകലത്തിനും ലാക്കും. ലാക്ക് പഴയ മലയാളമാണ്, ലക്ഷ്യസ്ഥാനം, അന്ത്യം, അല്ലെ? ഇപ്പൊ എൻ്റെ ജീവിതം അവനിലേക്കാണ്, അല്ലെ? ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാര്യ പറയുകയാണ്, എനിക്കൊരുത്തനുണ്ട്, വീട്ടിലെ എല്ലാ കാര്യം ചെയ്തു തരും, നല്ല ഒരുത്തന. ആരെ കുറിച്ച് പറയുന്നത്? വേലക്കാരനെ കുറിച്ചാണോ? അല്ല, ഭർത്താവ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാനുള്ള ഒരുത്തനാണോ, അതോ എല്ലാമാണെന്നാണ് പറയുന്നത്? എൻ്റെ എല്ലാമാണ്, അല്ലെ? അതാണ് പ്രേമബന്ധവും ഇവരും സർവീസ് എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം, അല്ലെ? അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ പലരും പറയും, അത് നിങ്ങൾക്ക് വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലേ, നിങ്ങൾ പട്ടിണി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ എനിക്ക് ദൈവം രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ തന്നിരിക്കുന്ന ഒരു ബോധ്യം, ഒരു ഉറപ്പാണിത്. ഞാൻ പിന്നീട് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് പലർക്കും പറഞ്ഞു കൊടുക്കാനും ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ, ഇന്ന് പാട്ട് വരെ പാടി, നമ്മൾ പ്രസംഗമൊക്കെ കഴിഞ്ഞ ആക്ച്വലി ആ പാട്ടെടുത്ത് ഒന്നുകൊണ്ടൊന്ന് പാടിയാൽ മതി. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ ജീവിത പശ്ചാത്തലമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഈ ഏകാന്തത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലേ? അല്ലാതെ ഞാനിങ്ങനെ സഭയിൽ 50 പേരുടെ നടുക്ക് ഇങ്ങനെ എന്താ പറയുക, ഓമനിക്കപ്പെട്ട് വളർന്നു വന്ന ആളല്ല. എനിക്ക് 30 അമ്മാവന്മാരും മാമന്മാരും ഒന്നും സഭയിലില്ല. അച്ചാച്ചനുണ്ടല്ലോ, മറ്റേ അപ്പച്ചനുണ്ടല്ലോ, അങ്ങനെ ആരുമില്ല. ആത്മീയ പിതാക്കന്മാരൊക്കെ വളരെ കുറവാണ് എനിക്ക്. പക്ഷെ ആ അവസരത്തിലാണ് ഞാൻ പഠിച്ചത്, ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി, മനുഷ്യനിൽ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന്. അപ്പൊ അതില് ഒന്ന് രണ്ട് കാതലായ സാക്ഷ്യങ്ങൾ ഞാൻ എടുത്ത് പറയട്ടെ. ഞാൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു IT കമ്പനിയിലായിരുന്നു കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുള്ളൂ. ഭൂരിപക്ഷവും പിന്നെ പൂർണ്ണ സമയ ശുശ്രൂഷയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ദൈവം എൻ്റെ ഉള്ളിൽ ബോധ്യം തന്നു, നീ പൂർണ്ണ സമയ ശുശ്രൂഷയിലൊക്കെ ഇറങ്ങാറായി. അങ്ങനെ അവസാനം ഇറങ്ങി, അത് വേറെ കാര്യം. പക്ഷെ ഒരു വിഷയം പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് തന്നു, നീ വിദേശത്ത് പോയി ദൈവശാസ്ത്രമൊക്കെ പഠിക്കണം, അവിടെ കുറച്ചു നേരം ശുശ്രൂഷിക്കണം. അപ്പോൾ എനിക്കൊരിക്കലും അങ്ങനെ വിദേശത്ത് പോകാൻ ഒരു ആഗ്രഹവും ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് ഭാരതം, ഇന്ത്യ മതി. എനിക്ക് പൊതുവെ ക്രിസ്തീയ സർക്കിൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം അതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തോട് സ്നേഹമില്ല. ഇന്ത്യ ഒഴിച്ച് ശ്രീലങ്ക വേണേൽ പോകാൻ തയ്യാറാണ്, അല്ലെ? എവിടെ പോകാനും ക്രിസ്ത്യാനികൾ തയ്യാറാണ്. ഈ ദേശം പിടിക്കാനായി ഇവിടുത്തെ ആൾക്കാരാക്കി നമ്മൾ വെച്ചിരിക്കുന്നത്, ഇത് വേണം, അല്ലെ? പിന്നെ ഈ പട്ടിണി പരിവട്ടമൊക്കെ കാരണം പോകുന്നവരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഏക്കർ കണക്കിന് തോട്ടമുള്ളവൻ പോലും ഇപ്പൊ കാനഡയിൽ പോകാൻ വേണ്ടി നോക്കിയിരിക്കുക, അല്ലെ? ഇവിടെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്ത് പാടാന്ന് അറിയും. ഇവിടെ വിസയൊക്കെ കിട്ടി സായിപ്പിന് ഇവിടെ വരാൻ, നമുക്ക് ഫ്രീ ഇവിടെ, അല്ലെ? അതുകൊണ്ട് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്തായാലും ദൈവം പറഞ്ഞു പ്രാർത്ഥിക്കണം. അങ്ങനെ 10 വർഷം പ്രാർത്ഥിച്ചു ഈ വിഷയം. ആരോടും അങ്ങനെ അധികം പറഞ്ഞില്ല. ആദ്യ കാലത്തൊക്കെ ഞാൻ പറയുമായിരുന്നു, ഞാൻ ജോലിയിൽ നിന്നൊക്കെ ഇറങ്ങും, ഞാൻ വിദേശത്ത് പഠിക്കാൻ പോകും എന്നൊക്കെ. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് നിർത്തി. അങ്ങനെ എല്ലാവരോടും അതും പറഞ്ഞത് ജസ്റ്റ് എന്തോടാ ഭാവി പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ സഹായ അഭ്യർത്ഥന ഒന്നും ഞാൻ നടത്തിയില്ല. ഞാൻ 6 വർഷം ആ പ്രാർത്ഥന തുടങ്ങി 6 വർഷം കഴിഞ്ഞപ്പം ജോലിയിൽ നിന്ന് ഇറങ്ങി, പൂർണ്ണസമയ ശുശ്രൂഷകനായി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വിദേശത്ത് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ IT സേവിങ്സ് എല്ലാം തീരാറായി. അപ്പം എൻ്റെ ഒരു ശുശ്രൂഷ രീതി എന്ന് പറയുന്നത്, ഞാൻ ഈ ഇത്ര സ്തോത്ര കാഴ്ച തന്നോണം, അത് ഇന്നും പറയാറില്ല, അന്നും പറയാറില്ല. പിന്നെ അന്ന് കൊച്ചു പയ്യനുണ്ടാരും എക്സ്പെക്റ്റും ചെയ്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ പോടാന്ന് പറയും, അല്ലേ? അതുകൊണ്ട് ഒരു പൈസയും ചോദിക്കാറില്ല, ഒരു പൈസയും തന്നില്ലേലും ഞാൻ വന്ന് പ്രസംഗിച്ചോളൂ, അത് കുഴപ്പമില്ല. ഇന്നും കേട്ടോ, അതൊന്നും വേണമെന്നില്ല. അപ്പോൾ ദൈവം കരുതിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ IT സേവിങ്സ് ഉള്ളതുകൊണ്ട് അതൊക്കെ അന്ന് പറയാൻ പറ്റിയത്, അല്ല വലിയ വിശ്വാസം ഉള്ളതൊന്നുമില്ല. അതിങ്ങനെ കുറഞ്ഞു 3000 രൂപയിലെത്തി. അന്ന് കർത്താവിനോട് പറഞ്ഞു, അമേരിക്കയിൽ പോകാൻ സമയമായി, 3000 രൂപയും വെച്ചോണ്ട.
അമേരിക്കയിൽ പോകണമെങ്കിൽ 1-2 പരീക്ഷകളൊക്കെ പാസ്സാണ്, ടോഫിൽ അതൊക്കെ, അതിന് തന്നെ ഒരു 10,000 രൂപയാവും. പിന്നെ ഈ കോൺസുലേറ്റിൽ പോയി തോക്കണേ വേണം 25,000 രൂപ. വെറുതെ ഒന്ന് പോയി സാഹിബിന് ഹൈ കാണിച്ച് പോടാ എന്ന് പറയുന്നതിന് 25,000 രൂപ അന്ന് വേണം. ഇന്നിപ്പോൾ അതിൽ കൂടുതലൊക്കെ ആയിരിക്കും, 10-9 ആവും. അപ്പം നമ്മൾ കർത്താവ് എന്തിന് 3,000 രൂപയേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു ഇന്ന സെമിനാരി അപ്ലൈ ചെയ്തിടാനാണ് പാട്. ഞാൻ കയറി അപ്ലൈ ചെയ്തു. അപ്പം 8ാമത്തെ വർഷം 9ാമത്തെ വർഷം ആയി ഈ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട്. ഈ അപ്ലൈ ചെയ്തതിൻ്റെ രാത്രി ഒരു ഫോൺ കോൾ, ഒരു കുടുംബം ടെക്സസിൽ നിന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, പണ്ടങ്ങാണ്ട് നീ ഇങ്ങനെ പറയുമായിരുന്നല്ലോ നിനക്ക് ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ, നീ അമേരിക്കയിലാണോ വരാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ടേ ഞങ്ങൾക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങളാണ് നമ്മുടെ ഉള്ളിൽ. എപ്പോഴെങ്കിലും ഇങ്ങനെ വല്ലോ പ്ലാന് കൊണ്ട് അമേരിക്കയിലാണ് വരുന്നതെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിക്കണം. അപ്പം എന്തിനാ? അല്ല, ഞങ്ങൾ ഫുൾ സ്പോൺസർ ചെയ്തോ. അപ്പൊ ഞാൻ ദൈവത്തെ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്തതേ ഉള്ളൂ, ഇന്ന് രാവിലെ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ആക്ച്വലി ഞാൻ പിന്നീട് വിസ കോൺസുലേറ്റിൽ പോയപ്പോൾ എനിക്ക് 2 സ്പോൺസർമാരുണ്ടായിരുന്നു. ഈ വിവരം ഞാൻ വരാറായെന്നൊക്കെ അറിഞ്ഞ് അമേരിക്കയിലായി. ഞാൻ അമേരിക്കൻ IT കമ്പനിക്കാണ്, എനിക്ക് ഒരുപാട് ഈ വെള്ളക്കാർ സുഹൃത്തുക്കളും അവരെല്ലാം അറിഞ്ഞു, ഇവൻ വരുന്ന, എന്നാ പിന്നെ ഇവനെ പഠിപ്പിച്ച് വിട്ടിട്ടേ ഉള്ളൂ ഇനി. അങ്ങനെ ഒരു അമേരിക്കൻ മിഷൻ ബോർഡും ചാടി വീണു. അതെനിക്ക് വലിയ സൗകര്യമായി, കാരണം അവിടുത്തെ നിയമപരമായ ഒരു സ്ഥാപനമാണ് എൻ്റെ സ്പോൺസർ. മലയാളിയായ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പോഴേ മറ്റേ അളിയനോ ചേട്ടനോ ഒക്കെ ആണോ ഇവനെ നുഴഞ്ഞു കയറ്റാൻ വേണ്ടി എടുക്കുകയാണോ എന്ന് ചോദിക്കും. അതുകൊണ്ട് സ്പോൺസർഷിപ്പിൽ ആക്ച്വലി അതാണ് ബെറ്റർ. പക്ഷേ 2 സ്പോൺസർമാർ, ആരോടും ഒരു ഇമെയിലും അയച്ചില്ല, ധനസമാഹരണ മെയിലും ഒന്നും അയച്ചിട്ടില്ല ഞാൻ ജീവിതത്തിൽ. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ 3,000 രൂപയും വെച്ചും അമേരിക്കയിലൊക്കെ പോയിട്ട് വരാം. ഞാൻ അവിടെ പോയി പഠനം, പിന്നെ വെള്ളക്കാരുടെ സഭയിൽ ശുശ്രൂഷ, അതെനിക്ക് വളരെ ഒരു പാഠമായിരുന്നു. വെള്ളക്കാരുടെ സഭയിൽ പാസ്റ്ററായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടൊക്കെ വലിയ ഗമയായിരിക്കും. അവിടെ പോയപ്പോൾ മനസ്സിലായി ദാരുണം. വെള്ളക്കാരുടെ സഭയിൽ പോയോണ്ട് ഞാൻ ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്നു. മലയാളിയുടെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ കിടന്നേനെ, പിടിച്ചു തൂങ്ങി കിടന്നേനെ. 3 മാസം കൂടുമ്പോൾ ഒരു സങ്കീർത്തനം പറയുന്ന പാസ്റ്റർ, ഒരുപാടെണ്ണം അവിടെ കടിച്ചു തൂങ്ങി കിടപ്പുണ്ട്. ഒരു സഭയിൽ 25 മലയാളി പാസ്റ്റർ. എന്തിനാണോ അവിടെ കിടക്കുന്നത്? ഞാൻ വെള്ളക്കാരുടെ സഭയിൽ പോയി മനസ്സിലായി പ്രാർത്ഥനയൊന്നും ഇല്ല ഇവിടെ ബിൽഡിംഗ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ വരെയുള്ള സഭയുണ്ട്. അല്ലേ, അവർക്ക് തന്നെ എല്ലാ സഭയിലും. എനിക്കൊരിക്കൽ എന്നെ ഒരു പാസ്റ്ററാക്കിയ ഒരു സഭയിൽ ചെന്നപ്പോഴത്തേക്ക് 1 മണിക്കൂർ എടുത്ത് അവിടുത്തെ എല്ലാം കാണിക്കാൻ, അമനിറ്റീസ് എല്ലാം കഴിഞ്ഞ് കലണ്ടറും കാണിച്ചു കഴിഞ്ഞാൽ യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. ഞാൻ ചോദിച്ചു പ്രാർത്ഥന എപ്പോഴാ? വി ഡോണ്ട് ഹാവ് എ പ്രയർ മീറ്റിംഗ്, ഞങ്ങൾക്ക് പ്രാർത്ഥനയില്ല. ഞാൻ ചോദിച്ചു എങ്ങനെ ഓടുന്നു ഈ സാധനം? അല്ലാതെ സൺഡേ രാത്രി നമുക്ക് 2 നേരം വർഷിപ്പുണ്ട്. വൈകുന്നേരത്തെ സർവീസിൽ ആർക്കെങ്കിലും പല്ലുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പം അങ്ങ് പ്രാർത്ഥിക്കും. പല്ലുവേദന അങ്ങനെയൊക്കെ ഉള്ളൂ അമേരിക്കയിലെ പ്രാർത്ഥന. വെള്ളക്കാരുടെ കാര്യം പറഞ്ഞ ഒരുപാടുണ്ട്. പക്ഷെ അതെനിക്ക് വളരെ സഹായകമായി. ദൈവമേ, എനിക്ക് ഇന്ത്യയിൽ പോകണം, എനിക്ക് ഇവിടെ അങ്ങ് കിടക്കണ്ട. ശരിക്കുള്ള അമേരിക്ക കണ്ടു. മറ്റേത് ഈ വീട്ടിനകത്ത് കയറുമ്പോൾ മലയാളം സംസാരിക്കുന്ന അമേരിക്കയുണ്ട്, മലയാളികളുടെ കൂടെ കിടന്ന്. ഞാൻ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പിന്നെ പോയി. അറ്റ്ലാന്റയിൽ ഒരിക്കൽ പോയപ്പോൾ കണ്ടു, അവിടെ പൊറോട്ട വരെ കിട്ടും. ചെറിയാൻസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ നീണ്ട കരയിൽ നിന്ന് മീൻ വരെ വരും. അതൊക്കെ കിട്ടി അവിടെ കിടക്കത്തേ ഉള്ളൂ. ഇത് പ്യുവർ. ഞാൻ എവിടെ പോയാലും, ഞാൻ പഠിക്കാൻ പോയാലും, വീട്ടിൽ പോയാലും, എൻ്റെ കൂടെ താമസിക്കുന്നവരായാലും, എൻ്റെ സഭയായാലും, ശുശ്രൂഷയായാലും എല്ലാം വെള്ളക്കാരുടേതാണ്. അതെനിക്ക് മനസ്സിലായി. ദൈവമേ, എൻ്റെ വിളി ഇന്ത്യയാണ്, ഞാൻ എന്താ തിരിച്ചു വരുന്നത്. അങ്ങനെ ഞാൻ വന്നു. അതൊക്കെ ഒരുപാട് വലിയ കഥകളാണ്. അമേരിക്കയിലും ഈ അപ്പച്ചനും അമ്മാച്ചനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വന്നു വീണ്ടും. അവിടെയും ഒരുപാട് അത്ഭുതം. ഞാൻ കാറ് വാങ്ങിച്ച കഥ അതൊക്കെ ഉണ്ട്. സമയം കാരണം ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവാശ്രയം മതി ജീവിക്കുവാൻ. അത് വിശ്വാസ ജീവിതത്തിന്റെ എന്ത് വിഷയമായിക്കൊള്ളട്ടെ. ഈ സാമ്പത്തികം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സാമ്പത്തികമാണ് ഏറ്റവും വലുതെന്നുള്ള ഉദ്ദേശത്തിലല്ല. നമുക്ക് പ്രാർത്ഥിച്ചാൽ ദൈവമഹത്വം കാണുക തന്നെ ചെയ്യും. അത് അനുഭവിച്ച ഒരാളെന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഒന്ന് പ്രബോധിപ്പിച്ചെന്നേ ഉള്ളൂ. 1-2 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കട്ടെ, കാരണം ഇനിയുള്ള 15 മിനിറ്റ് നമുക്ക് ദൂത് പറയേണ്ട സമയമാണ്. ഞാൻ നിങ്ങൾ എഴുതിയെടുത്താൽ മതി, എല്ലാം അറിയാവുന്ന വാക്യങ്ങളുമായിരിക്കും. 86-5 സങ്കീർത്തനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, കേട്ടാച്ചേ. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവും ആകുന്നു. മനപ്പാഠമാക്കാൻ പറ്റിയ നല്ലൊരു വാക്യം അല്ലെ? കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു.
എല്ലാ മനുഷ്യരോടും ദയുണ്ടെന്ന് വേറെ വാക്യ 145 സങ്കീർത്തനൊക്കെ ഉണ്ട്. അവന്റെ സകല സൃഷ്ടിയോടും അവന് ദയുള്ളവനാണ്. ഇത് പക്ഷേ അവനോട് അപേക്ഷിക്കുന്നവർക്കൊക്കെ, പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകിച്ച് രുചിച്ചറിയാൻ പറ്റുന്ന ഒരു മഹാദയ ദൈവത്തിനുണ്ട്. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒന്നാണ്, അല്ലേ? സങ്കീർത്തനങ്ങൾ 81:10 മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. ഒരു കുഞ്ഞു പക്ഷി അതിൻ്റെ അമ്മയുടെ മുമ്പിൽ പോയി വാ തുറക്കുന്ന ആ ചിത്രമാണ് ഇവിടെ കവിതാപരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വാ തുറക്കുമ്പോൾ അമ്മക്കിളി ആഹാരം വെച്ചു കൊടുക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല വിശ്വാസത്തോടെ വാ തുറന്ന് പ്രാർത്ഥിക്കുക. അത് എന്ത് വിഷയമാണെങ്കിലും ഞാൻ നിവർത്തിക്കും. അതിന് വിശ്വസിക്കാൻ യോഗ്യനായവനാണ് നമ്മുടെ കർത്താവ്. ഞാൻ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്ത്യ തിരിച്ചെത്തി. ഇന്ത്യ വന്നപ്പോൾ തന്നെ എല്ലാവരും ചാടി വീണു. അമേരിക്കയിൽ നിന്ന് ഒരുത്തം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ സഭകൾക്കൊക്കെ വളരെ സന്തോഷമാണ്, അല്ലേ? വെള്ളക്കാരുടെ ഇടയിൽ കിടന്ന് പാസ്റ്റർ വന്നിരിക്കുന്നത്. ദൈവം എന്തായാലും എന്നെ അങ്ങോട്ടൊന്നും വിട്ടില്ല, ഭാഗ്യത്തിന്. ഞാൻ ഈ ഏറ്റവും റൂറൽ പ്രദേശങ്ങൾ, ഗ്രാമീണ പ്രദേശങ്ങളിലാണ് എൻ്റെ ശുശ്രൂഷ. അവിടുത്തെ സഭകളിൽ പോവുക, അവിടുത്തെ പാസ്റ്റർമാരെ ട്രെയിൻ ചെയ്യുക, അങ്ങനത്തെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നിരവധി വിഷയങ്ങളിൽ ഈ പഠിച്ച വിശ്വാസം പകർന്നു കൊടുക്കാൻ അവസരം ഉണ്ടായി, അല്ലെ? ഞാനൊരു പാസ്റ്ററെ കണ്ടപ്പോൾ പുള്ളിക്ക് വീടെല്ലാം നഷ്ടപ്പെട്ട് ഒരു കെട്ടിടത്തിൽ കയറി താമസിക്കുന്നു. പക്ഷെ ആ കെട്ടിടം പൂർണ്ണമായിട്ട് പണിഞ്ഞിട്ടൊന്നുമില്ല. കറണ്ടില്ല, ഒരു വെള്ളമില്ല, ബാത്റൂമില്ല, ഒന്നുമില്ല, തറയിൽ മണ്ണ്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ഈ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കണം. അപ്പോൾ ഈ വിഷയത്തിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് തീർന്ന് ഞായറാഴ്ച ആയപ്പോൾ ഞങ്ങൾ ഒരു മനുഷ്യരോടും പറയാതെ ഈ പ്രാർത്ഥിച്ച്. പക്ഷേ ഞായറാഴ്ച രാവിലെ ആയപ്പോൾ ഇതുപോലെ അമേരിക്കയിൽ എൻ്റെ ഒരു സുഹൃത്ത് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു പട്ടണത്തിൽ നിന്ന് വിട്ട് വേറൊരു പട്ടണത്തിലേക്ക് ഇപ്പോൾ മാറി താമസിക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മാറേണ്ടി വന്നു. അപ്പോൾ പഴയ വീട് വിറ്റു. എന്നിട്ട് ഈ പുതിയ പട്ടണത്തിൽ വന്നു. ഈ പട്ടണം എത്ര വലിയ കൂടിയ പട്ടണമൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ വീട് വാങ്ങിക്കാൻ അത്രയ്ക്ക് രൂപയൊന്നും വേണ്ട, അത്രയ്ക്ക് ഡോളറൊന്നും വേണ്ട. അതുകൊണ്ട് ബാക്കി താണ്ട് ഇത്രയും ഡോളറുണ്ട്, നിങ്ങളുടെ വല്ല ഗ്രാമീണ ശുശ്രൂഷനും കൊടുക്കാം. ഞാൻ ചോദിച്ചു എത്ര ഉണ്ട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു 10 ലക്ഷം. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പാസ്റ്റർ വേണ്ട, സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങൾക്ക് കൊടുക്കാം, വീട് വെച്ച് കൊടുക്കാം. അങ്ങനെ ആ പാസ്റ്റർക്ക് പ്രാർത്ഥിച്ച് 10 ലക്ഷം രൂപ നമ്മൾ പോയി സ്ഥലം വാങ്ങിച്ചു. പിന്നീട് ഒരു അവസരത്തില് ഒരു ഗ്രാമീണ ആലയം, അതിൻ്റെ ഈ മേൽക്കൂര പൊളിഞ്ഞ് ഈ മഴയൊക്കെ പെയ്ത് പൊളിഞ്ഞ് തകർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ചുമ്മാ വേറെ ഒരു ഷീറ്റ് ഇടാമെന്ന് അവർ ആദ്യം വിചാരിച്ചു. പക്ഷെ അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പിന്നെ അതങ്ങ് കോൺക്രീറ്റ് ഇടുന്നതെന്ന് വിചാരിച്ചു. കോൺക്രീറ്റ് ഇടാൻ പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് ചുവരൊന്നും വലിയ ഗുണമൊന്നുമില്ല, അവിടെയൊക്കെ 7 പില്ലർ കെട്ടണം. അങ്ങനെ ഈ പണി തുടർന്ന് 1 വർഷം പോയി. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് ദൈവം തന്ന ആ വിഷയത്തിന് ദൈവം തന്നത് ഇതേ വാക്യമായിരുന്നു, ഈ സങ്കീർത്തനങ്ങൾ 81:10 നീ വാ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. കാരണം ഈ പാവപ്പെട്ട ദേവദാസന്മാരുടെ സ്ഥിരം പണി എന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ പോയി കടമെടുത്തിട്ട് ഈ റോളിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു പാസ്റ്റർ അതൊന്നും പാടില്ല, ഒരു കടമെടുക്കണം, ഒരു മനുഷ്യനോടും പറയണ്ട, ഇത് കെട്ടാനുള്ള പൈസ ദൈവം തന്നിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ അത് നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. ആ വിഷയത്തിലും ദൈവം പ്രവർത്തിച്ചു. പക്ഷെ അത് ഇതുപോലെ ഒറ്റ ഗഡുവിൽ 10 ലക്ഷം ഒന്നുമല്ല, അന്നെന്നുള്ളത് ഒരുത്തം വന്ന് പണി ചെയ്യുന്നു. പാസ്റ്ററെ അവിടെ 2 വ്യക്തികൾ വന്നിട്ടുണ്ട്, ഇന്ന് ഇത്രയും രൂപയാവും, പ്രാർത്ഥിക്കാൻ വൈകുന്നേരം ആകുമ്പോൾ കിട്ടിയിരിക്കും. ഈ പാസ്റ്റർ ഇറങ്ങി അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ കൈ കാണിക്കും, പാസ്റ്റർ അവിടെ ആലയത്തിന്റെ പണി നടക്കില്ല, ദാണ്ടി പിടിച്ചോ. അതും പക്ഷേ 1 വർഷം കഴിഞ്ഞ് പണി തീർന്നപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെ ഇരിക്കും, AC ഹോള് പോലെ ഇരിക്കും. അതിന്റെ മുമ്പത്തേതും രണ്ടാമത്തെ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അതും പക്ഷെ തിരിഞ്ഞു നോക്കി 10-12 ലക്ഷം രൂപ ദൈവം അല്ലെ? നിങ്ങൾ പലർക്കും ഈ കഥയൊക്കെ കാണും. ഞാനിത് പറയുന്നത് വിശ്വസിച്ചാൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത് ആ വ്യക്തിയിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, നീ രഹസ്യത്തിൽ പോയി പിതാവിനോട് പ്രാർത്ഥിക്കുക, അവൻ പ്രതിഫലം തരുക തന്നെ ചെയ്യും. നേരത്തെ എൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പും ഇവിടെ വീണ്ടും 3ാമത് പാടിയ പാട്ടിൽ നിന്നും പറഞ്ഞല്ലേ, കർത്താവിൽ സന്തോഷിക്കുക, അല്ലേ? കർത്താവിൽ സന്തോഷിക്കുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക. അങ്ങനെ അറിയിച്ച എന്താ ഗുണം? സകല ബുദ്ധിയെയും കവിയുന്നു ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാത്തുകൊള്ളും. എന്തിൽ നിന്ന്? ഈ ഭയത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും കാത്തുകൊള്ളും. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു കാര്യം, മനുഷ്യനൊന്നും വേണമെന്നില്ല നമുക്ക് ഈ വിശ്വാസ ജീവിതം നയിക്കാൻ. ഉണ്ടെങ്കിൽ കൊള്ളാം, നല്ല കാര്യം, കുറച്ച് വിശ്വാസികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ. പക്ഷെ പലപ്പോഴും കാണണമൊന്നുമില്ല, ചിലപ്പോൾ ഒറ്റപ്പെടലൊക്കെ പോകേണ്ടി വരും. പക്ഷെ ദൈവം മതിയായവൻ,
അല്ലെ, ഞാൻ രക്ഷിക്കപ്പെട്ടത് ദൈവം നിസ്തുല്യൻ എന്ന് കണ്ടുകൊണ്ടാണ്. പക്ഷെ എന്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ കണ്ട ദൈവം മതിയായവനാണ്. എന്നെ രക്ഷിക്കാൻ മാത്രമല്ല, എന്നെ നടത്താനും എന്നെ കരുതാനും ഒക്കെ മതിയായവൻ. അല്ലെ, എനിക്ക് 40 വയസ്സ്, ഞാൻ ഇതൊരു വിവാഹം കഴിച്ചിട്ട് ഇനി വിവാഹം കഴിക്കത്തുമില്ല. അപ്പൊ പലരൊക്കെ പറയും, അയ്യോ സങ്കടമില്ല. എനിക്കൊരു സങ്കടമില്ല. ഞാൻ ചിലയിടത്തൊക്കെ പറയും, ചിലർക്ക് ഇത് കാണുമ്പോൾ ദേഷ്യം വരും, ഇവൻ എന്താടാ ഒരു സങ്കടവും ഇല്ലാത്ത, ദൈവം മതിയായവനെന്ന് രുചിച്ചറിഞ്ഞു. അല്ലെ, നമ്മുടെയൊക്കെ സമയത്ത് സാധാരണ അങ്ങനല്ലേ, ഇത്ര 40 വയസ്സായിട്ടും കല്യാണം നടക്കാത്തവരൊക്കെ വിഷാദിച്ചാൽ കുഴപ്പമില്ല, അവർ വിഷാദിക്കട്ടെ, എനിക്കതിൽ പരിഭവമൊന്നുമില്ല. പക്ഷെ എനിക്ക് വിഷാദമൊന്നും വരുന്നില്ല, എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്കറിയാം ഇതിന്റെ വിളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ദൈവം മതിയായവൻ. ഇനിയുള്ള ചുരുക്കം നിമിഷങ്ങളിൽ ശുശ്രൂഷാപരമായ കാര്യങ്ങൾ ഞാൻ ഓടിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് പങ്കുവെക്കാൻ ദൈവം നൽകിയ ഒരു ദൂത് ഞാൻ പങ്കുവെക്കട്ടെ. എല്ലാവരും യോഹന്നാൻ 12-ാം അധ്യായത്തിലേക്ക് കടക്കുക. ഇനിയുള്ള 5 മിനിറ്റ് അതിനുവേണ്ടി എടുത്ത് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 12-ന്റെ 24 മുതൽ 33 വരെയുള്ള വേദഭാഗമാണ്. വളരെ വേഗത്തിൽ വായിച്ച് ഒരു ദൂത് കൈമാറിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നതാണ്. ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിനെ യേശു, ഈ ശബ്ദം എന്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞതത്രേ. ഇവിടുത്തെ പശ്ചാത്തലം നമ്മൾ വായിക്കാത്ത പശ്ചാത്തലം. കുറച്ച് യവനന്മാർ വന്നേച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ കാണണമെന്ന്. അപ്പൊ യേശുവിന്റെ മറുപടി ആയത് പെട്ടെന്ന് വായിക്കുമ്പോൾ തോന്നി, എന്തോന്ന് മറുപടി ഇത്, അല്ലേ? ആരൊക്കെയോ കാണാൻ വന്നിരിക്കുന്ന പറയുമ്പോൾ യേശുവിന്റെ മറുപടിയാണ്. യേശുവിന്റെ പലപ്പോഴും ഉള്ള സംസാരം നമുക്ക് ഈ കണക്ഷനൊന്നും മനസ്സിലാകത്തില്ല. എന്തൊക്കെയോ പിച്ചുംപേയൊക്കെ പറയുന്ന പോലൊക്കെ തോന്നും. ഇത് പിച്ചുംപേയൊന്നുമല്ല, ഇതില് ആഴമായ സത്യമുണ്ട്. അപ്പോ ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, ഓക്കെ, യഹൂദന്മാരും കടന്ന് ഇനിയിപ്പോ നാണ്ട യവനന്മാരും വരാൻ പോകുന്നു. ഇവിടുത്തെ പശ്ചാത്തലം ശുശ്രൂഷയെ കുറിച്ചാണ്, വിളവിനെ കുറിച്ചാണ്. എന്താ ഈ വിളവെന്നറിയാവോ? കർത്താവ് ആദ്യം തന്നെ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുകയാണെങ്കിൽ വളരെ വിളവുണ്ടാകും. പിന്നീട് താഴെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ സകലരെയും എന്നിലേക്ക് ആകർഷിക്കും. ആത്മാവിന്റെ ഒരു കൊയ്ത്ത്, അതാണ് ഇവിടുത്തെ വിഷയം, അല്ലെ? അത് കർത്താവ് തന്നെ എങ്ങനെ ഉളവാക്കുന്നത്? താൻ പോയി മരിക്കും. എങ്ങനെ മരിക്കും? ക്രൂശി മരിക്കും. പക്ഷെ ആ മരണത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഇടയ്ക്ക് അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതും ശരിയായിട്ടല്ല. 12:27 ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നോ. അത് മലയാളം ബൈബിളിലില്ല. രക്ഷിക്കണമേ, കവളനൊക്കെ ഇട്ട് പോയിരിക്കും. അതാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടേ? പ്രതിസന്ധി വരുന്നു, മരണം വരുന്നു, കർത്താവേ എന്നെ ഇതിൽ നിന്ന് അങ്ങ് രക്ഷിക്കണമേ എന്നാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെയൊക്കെ പ്രാർത്ഥന അതല്ലേ? അയ്യോ പ്രശ്നമൊന്നും ഇല്ലാതെ സൂചിച്ചങ്ങ് പോകണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കയില്ല. പകരം ഞാൻ എന്ത് പ്രാർത്ഥിക്കും? 28 പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇതാണ് യേശുക്രിസ്തുവിന്റെ മനോഭാവം. എന്റെ പിതാവിന്റെ മഹത്വത്തിനു വേണ്ടി ഏതു മരണവും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ക്രൂശി മരിക്കണോ? തയ്യാറാണ്. ഒരു കണ്ടീഷനേ ഉള്ളൂ, അതിലൂടെ പിതാവ് മഹത്വപ്പെടുവോ? എങ്കിൽ ഞാൻ തയ്യാറാണ്. ഈ അനുസരണം, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്ന ഈ അനുസരണത്തിൽ നിന്നാണ് വിളവുണ്ടാവുന്നത്, അല്ലെ? ലോകം മുഴുവൻ സുശേഷീകരണത്തിലൂടെ ഇത്രയും നൂറ്റാണ്ടായിട്ട് കൊണ്ടുവന്ന വിളവിന്റെ മൂലകാരണം സ്വന്തം ജീവനെ ദൈവമഹത്വത്തെക്കാളും എണ്ണാതെ ക്രൂശിൽ പോയി മരിച്ച കർത്താവിന്റെ പ്രവൃത്തി. ഇനി ഇവിടെ നമ്മളെവിടെ വരുന്നതെന്ന് കണ്ടോ? 26-ാം വാക്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ ഇവിടെ കടന്നു വന്ന് എല്ലാവരോടും ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ സഭയിലെ ആത്മാവിന്റെ കൊയ്ത്ത് വേണോ? വേണോ? ആർക്കും വേണ്ടെന്നു? വേണ്ടവരോട് മാത്രം ഞാൻ ഈ ചെവി പോയി ദൂത് പറയാൻ. എനിക്ക് ആത്മാവിന്റെ കൊയ്ത്ത് വേണോ? ഈ ഒഴിഞ്ഞ കസേരകളൊക്കെ നിറയണോ?
അതിനുള്ള വഴിയാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയേ ഇരിക്കും. ഇടത്തും വലുതോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, തനിയേ ഇരിക്കുക. അത് നമ്മുടെ ശുശ്രൂഷയായാലും വ്യക്തിപരമായ ജീവിതമായാലും ഈ വിളവ്, ഫലപ്രാപ്തി, ഫ്രൂട്ട്ഫുൾനെസ് മരണത്തിലൂടെ വരത്തുള്ളൂ, ക്രൂശ് എടുത്താലേ വരത്തുള്ളൂ. അതാണ് ക്രിസ്തുവിന്റെ പാത. അപ്പോൾ ഈ സഭയോടുള്ള ദൂത് എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവ മഹത്വത്തെ സ്വന്തം ജീവനെക്കാളും വിലയേറിയതായിട്ട് എണ്ണുമെങ്കിൽ, വില കൊടുക്കുമെങ്കിൽ ആത്മാവിന്റെ കൊയ്ത്തുണ്ടാകും. കാരണം എന്താ അറിയാമോ? അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരിലൂടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സകലരെയും ആകർഷിക്കും. നമ്മുടെയൊക്കെ ശുശ്രൂഷകൾ ദൈവം മാനിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ ഇടമുള്ളപ്പോൾ. ക്രിസ്തു എവിടാ പ്രവർത്തിക്കുന്നേ? സ്വയത്തെ ത്യജിച്ചിട്ട് ദൈവത്തെ വിലയേറുന്ന സകലരിലൂടെയും ദൈവം പ്രവർത്തിക്കും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആകർഷിക്കും. ഈ മരുന്നു പ്രദേശത്തിലുള്ള ആത്മാക്കളെ ആകർഷിക്കും. ആത്മാവിന്റെ കൊയ്ത്ത് വേണമെങ്കിൽ വില കൊടുക്കണം, പ്രാർത്ഥിക്കണം, സുവിശേഷീകരണം ചെയ്യണം. പക്ഷെ നമ്മുടെ ഹൃദയം, കർത്താവ് നിന്റെ മഹത്വത്തിന് വേണ്ടി, അല്ലെ, എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ എന്താ പ്രാർത്ഥിക്കണ്ടേ? ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണേന്നോ? അല്ലല്ലല്ല, പിതാവേ നിന്റെ നാമം മഹത്വീകരിക്കണേ. അതുകൊണ്ടാണ് കർത്താവ്, ദൈവം പറഞ്ഞത് ഞാൻ മഹത്വീകരിക്കുന്നു പറഞ്ഞത്. ഇത് നിങ്ങൾക്കുള്ള ശബ്ദമാണ്, നിങ്ങൾക്കുള്ള ദൂതല്ല, എനിക്കല്ല. എനിക്ക് ഡൗട്ടൊന്നുമില്ല, പിതാവ് മഹത്വീകരിക്കുന്നു. കണ്ടോ? അപ്പൊ കർത്താവ് ക്രൂശിൽ പോയത് പിതാവിനെ മഹത്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ശുശ്രൂഷയിൽ എപ്പോഴും നമ്മുടെ മഹത്വമല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്, ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വം അത് പ്രാപിക്കുവാൻ, അത് നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാൻ എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാണ്. വീട്ടിൽ ഒറ്റയ്ക്ക് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവം പറയുന്നത് ചാവടാ. ഒരു സിനിമ ഒന്ന് കണ്ടാലോ ചാവടാ. ഒന്ന് പോയി പരദൂഷണം പറഞ്ഞാലോ മരിക്കേ. ദൈവമഹത്വം അല്ല നമ്മളീ പറയുന്നത് മറ്റേ ഹിന്ദുവിനോട് പോയി സുവിശേഷം പറഞ്ഞ് മരിക്കാൻ, അതൊക്കെ പിന്നെ, അതൊക്കെ അങ്ങ് ഡിഗ്രി. ആദ്യം വ്യക്തിപരമായ ജീവിതത്തിൽ ക്രൂശെടുക്കുക, പിന്നെ നമുക്ക് മറ്റേ മാർട്ടിയറാവാം, രക്തസാക്ഷി. വീട്ടിലാദ്യം മരിക്കുക, അല്ലെ? എല്ലാ ദിവസവും ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞ ഏക കാര്യം അതാ, അല്ലെ? തന്നെ താൻ നിഷേധിച്ച് എന്നും എന്നെ പിൻഗമിക്കണം. അപ്പൊ മരിക്കാൻ തയ്യാറാണോ? അല്ലെ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിച്ചിരിക്കും. അപ്പൊ ഫലപ്രാപ്തിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ സഭാ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോർ ടീമിലെ അംഗങ്ങൾ, നിങ്ങൾ ദൈവമഹത്വത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. കർത്താവ് ഇതിന്റെ നാമം മഹത്വീകരിക്കപ്പെടണം. ഇവിടെ യേശുവിന്റെ നാമം ഉയർന്നിരിക്കണം. കർത്താവ് ഞങ്ങളുടെ ആരുടെയും ശബ്ദമോ പ്രവൃത്തിയോ ഒന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ നാമം ഉയർന്നിരിക്കണം. അവൻ സകലരെയും ആകർഷിക്കും. അങ്ങനെ ഒരു കൊയ്ത്ത് സഭയ്ക്ക് വെച്ചിട്ടുണ്ട്. ഈ ദൂത് ഇന്ന് രാവിലെയല്ലേ എനിക്ക് ദൈവം തന്നത്. ഈ മാസത്തിന്റെ 1-ാം ഞായറാഴ്ച ഞാനിവിടെ ബാക്കി വന്നിരുന്നല്ലോ, അന്ന് രാവിലെ 6 മണിക്ക് ഈ സഭയ്ക്ക് വേണ്ടി എനിക്ക് ദൂത് വന്നതായിരുന്നു. അതുകൊണ്ട് ഈ ദൂത് ഈ സഭയ്ക്കുള്ളത്. ഇവിടെ ഒരു കൊയ്ത്തുണ്ട്. വില കൊടുക്കാൻ തയ്യാറുള്ളവരിലൂടെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അവന്റെ നാമം മഹത്വീകരിക്കുക തന്നെ ചെയ്യും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷ ഒന്ന് അവസാനിപ്പിക്കാം. വലിയവനായ കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്ക് യോഗ്യനും സകലത്തിനും മതിയായവനും സകലത്തിനും ലാക്കുമായവനായ കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സഭയെ അങ്ങയുടെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് കടന്നു വന്ന സകല ജനത്തെയും, എൻ്റെ എല്ലാ സഹോദരന്മാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഏവർക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അധികമായി പകർന്നു നൽകണമേ. ദൈവവചനം, ഈ കേട്ട ദൈവവചനം കർത്താവെ, ഞാൻ ഉദ്ധരിച്ച വാക്യങ്ങൾ, ഞാൻ പറഞ്ഞ കർത്താവ്, ഞാൻ രുചിച്ചറിഞ്ഞ ദൈവിക സത്യങ്ങൾ ആത്മാവ് ഏറ്റെടുത്ത് ഹൃദയങ്ങളിൽ എഴുതണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെയുള്ള ജനം അങ്ങേക്ക് പ്രസാദമുള്ള മക്കളും അങ്ങേക്ക് പ്രയോജനമുള്ള ദാസന്മാരുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അധികം ബലം കായ്ക്കുവാൻ, തങ്ങളുടെ ജീവനെ വിലയുള്ളതായിട്ട് എണ്ണാതെ കർത്താവെ, ദൈവമഹത്വത്തെ എല്ലാത്തിനും ഉപരിയായി വിലമതിച്ചുകൊണ്ട് കർത്താവെ, അവർ അങ്ങ് കൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളുടെ കൊയ്ത്തിനായിട്ട് കർത്താവെ പ്രാപ്തി പ്രാപിച്ചു വരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൂത് കർത്താവെ അവരുടെ ജീവിതത്തിൽ, അവരുടെ വ്യക്തിപരമായ നടപ്പിൽ, തീരുമാനങ്ങളിൽ, തെരഞ്ഞെടുപ്പുകളിൽ വെളിപ്പെട്ടു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വത്തെ മറ്റെല്ലാത്തിനേക്കാളും, തന്നിഷ്ടത്തെക്കാളും ദൈവമഹത്വത്തെ വിലയേറിയതായിട്ട് എണ്ണുന്ന ഒരു കൂട്ടം ഇവിടെ ഉണർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ചില ശിഷ്യഗണങ്ങളെ കർത്താവെ, ഇന്ന ദിവസം ഈ ശുശ്രൂഷയിലൂടെ തന്നെ കർത്താവെ അവരുടെ ജീവിതങ്ങളിൽ ചില രൂപാന്തരം ഉളവാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില തീരുമാനങ്ങൾ ഇനി പഴയതുപോലെ ഞാൻ ജീവിക്കില്ല,
എന്റെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി എന്ത് വില കൊടുത്തും ക്രൂശെടുത്ത് അവനെ പിൻപറ്റുവാൻ വാശിയോടെ കടന്നു വരുന്ന ഭക്തിസാന്ദ്രമായ ഹൃദയങ്ങൾ ഉളവായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സഭയിൽ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രാജ്യം വളരണമേ, അങ്ങയുടെ നാമം മഹത്വീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവമേ, ഈ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ